Hello, good morning. ഷമീന മാം ജോയിൻ ചെയ്തിട്ടുണ്ടോ? ഷമീന മാം യെസ് ഉണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ. സ്റ്റാർട്ട് ചെയ്യാലോ? ഓക്കെ. ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാൻ വീഡിയോയിൽ വരാറുണ്ട്. ഇന്നൊരു ചെറിയ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഞാൻ ഓഡിയോ ആയിട്ട് കണ്ടിന്യൂ ചെയ്യാണ് കേട്ടോ. ഓക്കെ. സോ ഞാൻ ജസ്റ്റ് ഒന്ന് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് ഷമീന, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. കേൾക്കുന്നുണ്ടോ? ഓഡിയബിൾ അല്ലേ? കേൾക്കാം പറഞ്ഞോളൂ. ഓക്കെ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഇന്റിമേറ്റ് സ്ട്രേഞ്ചേഴ്സ് എന്നാണ്. അപ്പൊ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ എന്താണ് നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്നത്? ആർക്കെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാമോ? ഹലോ, ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. എനിക്ക് പെട്ടെന്ന് തോന്നിയത് നമ്മളിപ്പോ ഓരോ സ്ഥലത്തൊക്കെ ഇരിക്കുമ്പം അവര് വ്യക്തിപരമായി റിലേഷൻ വെച്ച് നോക്കുമ്പോൾ അവര് ഒത്തിരി ഇന്റിമേറ്റ് ആയിരിക്കും. പക്ഷെ എന്നാലും അവരൊക്കെ ഇങ്ങനെ അവര് തമ്മിൽ ഒരു പരിചയം ഇല്ലാത്ത പോലെ ഇരുന്ന് ഈ ഫോണൊക്കെ നോക്കി പരസ്പരം അവരുടെ കാര്യങ്ങളല്ലായിരിക്കും ശ്രദ്ധിക്കുന്നത്, വേറെ കാര്യങ്ങൾ. അങ്ങനെ ഒരു ഇതാ എന്റെ മനസ്സിൽ വന്നത് കേട്ടോ. ഓക്കെ, താങ്ക് യു. അതായത് ക്ലോസ്ഡ് അടുത്തുണ്ടായിട്ടും ഓക്കെ അടുത്ത റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ട് പോലും അടുത്തും ആരും ഇല്ല എന്നുള്ളത് തോന്നുന്നത് എനിക്ക് എങ്ങനെ തോന്നിയത്. ഓക്കെ, താങ്ക് യു. അങ്ങനെയും പറയാം. അപ്പൊ നമുക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. പക്ഷെ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളൊരു ക്ലോസ്ഡ് ആണ്, എന്നാൽ ഒരു സ്ട്രേഞ്ചേഴ്സും ആണ്. ആ ഒരു രീതിയിലാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ട് അല്ലെ? എല്ലാവർക്കും പ്രയാസങ്ങളുണ്ട്. പ്രയാസങ്ങളില്ലാത്ത ആളുകൾ ഉണ്ടാവില്ല. അപ്പൊ ചിലര് വേഗം തന്നെ വിഷമത്തിലാകും. എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളൊക്കെ വരികയാണെങ്കിൽ വേഗം തന്നെ അവർ വിഷമത്തിലാകും. എന്നാൽ മറ്റു ചിലര് ഏത് സാഹചര്യത്തിലും തളരാതെ അവർ മുന്നോട്ട് പോകും. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഓരോ വ്യക്തിക്കും സാഹചര്യങ്ങളെ ചെറുത്ത് നിൽക്കുന്ന ഒരു കഴിവുണ്ട്. അത് വ്യത്യസ്തമാണ്. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഏത് വെല്ലുവിളികളെയും തിരിച്ചടികൾ വന്നാലും അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു കഴിവാണ് നമ്മൾ റെസിലിയൻസ് എന്ന് പറയുന്നത്. ഇത് വെറും ഒന്നും നമ്മൾ സംഭവിച്ചിട്ടില്ല എന്ന് നടിക്കുന്നതല്ല, മറിച്ച് നമ്മൾ എന്തെങ്കിലും ഒരു തീവ്രമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സിവിയർ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ അതിൽ നിന്ന് നമ്മളൊരു ലെസൺ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്നതാണ്. സിംപ്ലി പറയുകയാണെങ്കിൽ നമുക്ക് ഏതൊരു പ്രശ്നങ്ങൾ വന്നാലും അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു കപ്പാസിറ്റീനെയാണ് നമ്മൾ റെസിലിയൻസ് എന്ന് പറയുന്നത്. പക്ഷെ ചില മനുഷ്യരുടെ സങ്കടങ്ങൾ എവിടെ പോയി പറയണമെന്ന് അറിയില്ല. ഇപ്പോൾ നമുക്ക് എല്ലാരോടും പോയി പറയാൻ പറ്റണമെന്നില്ല. നമ്മുടെ ചില കാര്യങ്ങൾ നമുക്ക് അച്ഛനോട് പറയാൻ പറ്റാറില്ല. നമുക്ക് പലതും അമ്മയോട് പറയാൻ പറ്റണമെന്നില്ല. ചിലത് നമ്മൾ സിസ്റ്റേഴ്സിനോടോ ബ്രദേഴ്സിനോടോ ആരോടും നമുക്ക് അങ്ങനെ ഷെയർ ചെയ്യാൻ കഴിയണമെന്നില്ല. ചിലപ്പോൾ അവർ മനസ്സിലാക്കണമെന്നില്ല. ചില ഫ്രണ്ട്സിനോട് പോലും നമ്മൾ പറഞ്ഞാൽ മനസ്സിലാകാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അവരെല്ലാം അത് സപ്രസ് ചെയ്യാണ് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും ഒരു സീക്രട്ട് ആയിട്ടുള്ള ഒരു ലൈഫ് ഉണ്ട്. നമ്മൾ പബ്ലിക്കായിട്ട് നമ്മളെല്ലാവരും അറിയെങ്കിലും നമുക്കൊരു സീക്രട്ട് ആയിട്ടുള്ള ഒരു ലൈഫ് ഉണ്ട്. ആ ലൈഫിൽ മറ്റുള്ളവർക്ക് അറിയാത്ത നമ്മുടെ ഒരു സെൽഫ് ഉണ്ട്. അവിടെ ഒരുപാട് ചിന്തകളുണ്ട്, ബിഹേവിയേഴ്സ് ഉണ്ട്, അഡിക്ഷൻസ് ഉണ്ട്, നമ്മുടെ സ്ട്രെങ്ത്, വീക്ക്നെസ്, നമ്മൾ മറ്റുള്ളവരോട് പറയാൻ പോലും പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് എവിടെ ഇറക്കി വെക്കണം എന്ന് പലർക്കും അറിയില്ല. ഇപ്പൊ
നമ്മളെ മുൻവിധികളില്ലാതെ നമ്മളെ കേൾക്കുന്ന, നമ്മുടെ ഇമോഷൻസിനെ മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ ഗൈഡ് ചെയ്യാൻ സഹായിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ട്രേഞ്ചർ ആരാന്നറിയോ നിങ്ങക്ക്? ദൈവം നമ്മൾ എന്നാണോ? ആ നമ്മൾ തന്നെ. യെസ്, ഓഫ് കോഴ്സ്. നമ്മൾ സൈക്കോളജിസ്റ്റുകൾ ഉണ്ട് അല്ലേ? അതായത് അവര് സ്ട്രേഞ്ചേഴ്സ് ആണ്, പക്ഷെ അവരെല്ലാം നമ്മളൊരു ക്ലയന്റ് ആണെങ്കിൽ എല്ലാം അവരുടെ അടുത്ത് പറയും. നമ്മളെ കേൾക്കുന്ന, നമ്മളൊരു ജഡ്ജ്മെന്റ് ചെയ്യാതെ നമ്മളെ ഇമോഷൻസിനെ അതുപോലെ മനസ്സിലാക്കുന്ന, എമ്പതിയോട് കൂടി മനസ്സിലാക്കുന്ന ആളുകളാണ് സൈക്കോളജിസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെ കേൾക്കുന്ന എല്ലാവരും സൈക്കോളജിസ്റ്റുകൾ ആവണമെന്നില്ല, പക്ഷെ നമുക്ക് അവരെ ഇന്റിമേറ്റ് സ്ട്രേഞ്ചേഴ്സ് എന്ന് വിളിക്കാം. അതായത് അടുത്തറിയുന്നവരാണ്, എന്നാൽ അപരിചിതരുമാണ്. ക്ലോസ്ഡ് ആയിട്ടുള്ള ആളുകളും സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ആളുകളും ആണ്. അപ്പൊ പലർക്കും അവരുടെ പ്രശ്നങ്ങൾ പറയാനോ കേൾക്കാനോ ആളില്ല. നമുക്ക് എല്ലാവർക്കും ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ലാണ്ട് ദൈവം തന്നൊരു കാര്യമാണ് സമയം എന്ന് പറയുന്നത്. ആ ഒരു സമയത്തിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ പലരെയും വിളിക്കുന്നത്. അപ്പൊ നമ്മൾ വിളിക്കുമ്പോൾ ചില ആളുകൾ പറയും ബിസിയാണ്, പിന്നെ വിളിക്കാം, അങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട്. അപ്പൊ ശരിക്കും നിങ്ങൾ ബിസിയാണോ, അതോ നിങ്ങളുടെ ഒരു പരിഗണന അല്ലെങ്കിൽ മുൻഗണനകൾ മാറിയതാണോ? നമ്മൾ എപ്പോഴും സംസാരിച്ച് ക്ലോസ്ഡ് ആയിട്ടുള്ള, നമ്മളെ ഇന്റിമേറ്റ് ആയിട്ടുള്ള കുറേ ഫ്രണ്ട്സ് ഉണ്ടാവും, ഫാമിലി മെമ്പേഴ്സ് ഉണ്ടാവും. അവരൊക്കെ പിന്നീട് വിളിക്കുമ്പോൾ നമ്മൾ ബിസി ആണെന്നൊക്കെ പറയാറുണ്ട്. ഇനിയെങ്കിലും നമ്മൾ അത് പറയാതിരിക്കാൻ ശ്രമിക്കുക. കാരണം നമ്മൾക്ക് അന്നും ഇന്നും എന്നും നമുക്ക് 24 മണിക്കൂർ തന്നെ ഉള്ളൂ. പക്ഷെ നമ്മൾ അവിടെ അല്ലെങ്കിൽ അവരെ ഏത് വിധേനയും ഒരു പരിഗണിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ഇപ്പോൾ നമ്മൾ പരിഗണനകൾ മാറിയത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും ബിസി ആയിട്ട് മാറുന്നത്. പലപ്പോഴും നമ്മളെ അടുത്ത് വരുന്ന ക്ലയൻസ് ആണെങ്കിലും പറയുന്നതാണ്, എന്നെ കേൾക്കാൻ ആരുമില്ല. എസ്പെഷ്യലി നമ്മളെ BPD ക്ലയൻസ് ഒക്കെ, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറുകളൊക്കെ ഉള്ള കുട്ടികൾ കൺസൾട്ടേഷനൊക്കെ വരുമ്പോൾ പറയുന്നതാണ്, എന്നെ കേൾക്കാൻ ആരുമില്ല, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല. ഈവൻ അവരുടെ പാരൻസ് പോലും അവരെ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ അവർ ഏറ്റവും കൂടുതൽ മൂഡ് ഫ്ലക്ച്വേഷൻസിലൂടെ കടന്നു പോകുന്ന ആളുകളാണ് BPD ക്ലയൻസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമുക്ക് സന്തോഷമാണെങ്കിൽ സന്തോഷം, പെട്ടെന്ന് തന്നെ ദേഷ്യം വരുന്നു, പെട്ടെന്ന് വിഷമം വരുന്നു, അങ്ങനെ മാറി മാറി കൊണ്ടിരിക്കുന്ന ഒരു കണ്ടീഷനാണ് BPDയിലുള്ളത്. അപ്പോൾ അവരൊക്കെ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, എന്നെ കേൾക്കാൻ ആരുമില്ല. നമുക്ക് സമയം ഉണ്ടെങ്കിലും നമ്മളൊന്നും ആരെയും കേൾക്കുന്നില്ല. അവരൊക്കെ ഏറ്റവും കൂടുതൽ ഇമോഷണൽ ഡൗണിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മൾ, അല്ലെങ്കിൽ അവരുടെ ചുറ്റുപാടിലുള്ള ആളുകൾ തെറ്റും ശരിയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് നമ്മൾ തെറ്റും ശരിയും നോക്കിയിട്ട് ഒരു കാര്യമില്ല അല്ലെ? ആ സമയത്ത് അവരെ എങ്ങനെ നമ്മൾ സ്റ്റേബിൾ ആക്കണം, അവരെ ഒന്ന് കേട്ടാൽ മതിയാവും. അപ്പൊ തന്നെ കുറേ പേർക്ക് എന്ത് ചെയ്യാം, അവർക്കൊരു റിലീഫാണ് കിട്ടുന്നത്. പക്ഷെ പലപ്പോഴും ആളുകൾ കേൾക്കാൻ നിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും ആത്മഹത്യാ പ്രവണതകളൊക്കെ കൂടാറുണ്ട്. ഇന്നും ഒരുപാട് സ്റ്റിഗ്മകൾ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. അതായത് ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്, എന്നാൽ പോലും ഇന്നും നമ്മുടെ സമൂഹത്തിൽ മാനസിക പ്രശ്നങ്ങൾ തുറന്ന് സംസാരിക്കാറില്ല. കാരണം നമ്മുടെ ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന കുറേ തെറ്റിദ്ധാരണകളാണ്. നമുക്കിപ്പോൾ ഒരു പനി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലൊക്കെ പറയും, ഡോക്ടറെ കാണിക്കും, മരുന്നൊക്കെ വാങ്ങിക്കും. പക്ഷെ നമ്മുടെ ഒരു മനസ്സിന് ഒരു അസുഖം വന്നാൽ നമ്മൾ ആരോടും പറയില്ല. അത് പറയാൻ തന്നെ നമുക്ക് മടിയാണ്. അതുപോലെ ചികിത്സ തേടാൻ അതിലേറെ നമുക്ക് മടിയാണ്. ഒരു സൈക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റിനെയോ ഒക്കെ കണ്ടുപോയാൽ നാട്ടുകാരും വീട്ടുകാരൊക്കെ എന്ത് പറയും എന്നൊരു ചിന്തയാണ് പലർക്കും ഉള്ളത്. എല്ലാ മാനസിക പ്രശ്നങ്ങളും ഒരു മാനസിക വിഭ്രാന്തിയാണെന്നുള്ളൊരു തെറ്റിദ്ധാരണയും പല ആളുകൾക്കും നമ്മളെ സൊസൈറ്റിയിൽ ഇന്നും ഉണ്ട്. സോ നമ്മുടെ മനസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ തീർച്ചയായും നമ്മളെ കേൾക്കുന്ന ഒരിടം കണ്ടെത്തണം. ദ ബെസ്റ്റ് ലക്ഷറി ഇൻ അവർ ലൈഫ് എന്താണെന്നറിയോ? എന്താണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷറി എന്ന് പറയുന്നത്? എക്സ്പീരിയൻസ്. മനസ്സമാധാനം.
യെസ്, ദ ബെസ്റ്റ് ലക്ഷറി എന്ന് പറയുന്നത് ദാറ്റ് ഇസ് പീസ്, സമാധാനമാണ്. ലൈഫിൽ നമ്മൾ എന്തൊക്കെ നേടിയാലും, ഒത്തിരി ക്യാഷ് നേടിയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഫേമസ് ആയാലും എന്തൊക്കെ നേടിയാലും ഒരു ദിവസം നമുക്ക് സമാധാനത്തോടു കൂടി ഉറങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ഈ നേടിയതിലൊന്നും യാതൊരു അർത്ഥവുമില്ല. സോ നിങ്ങൾക്കോ അല്ലെങ്കിൽ നമുക്കറിയുന്ന ആർക്കെങ്കിലോ ഇത്തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മാനസികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ അവരെ കേൾക്കാൻ ആരും ഇല്ല എന്നൊക്കെ തോന്നുകയാണെങ്കിൽ തീർച്ചയായും അവര് ഒരു സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാൻ ഒരിക്കലും മടിക്കരുത്. നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ചേർത്ത് നിർത്തുക, അവരെ കേൾക്കുക. നമ്മള് മൈൻഡ് എന്ന് പറയുന്നത് താളം തെറ്റി പോയാൽ തീർക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഓൾവേസ് പ്രയോറിറ്റൈസ് യുവർ മെന്റൽ ഹെൽത്ത്. നമ്മുടെ ഒരു മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മളെ അവകാശം തന്നെയാണ്, എല്ലാ റൈറ്റ്സ് പോലെയും. അപ്പൊ അതിന് നമ്മൾ എപ്പോഴും ഒരു പ്രയോറിറ്റൈസ് ചെയ്യണം, അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പൊ ഇതാണ് ഒന്നാമത്തെ ഒരു ഇന്റിമേറ്റ് സ്ട്രേഞ്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു സൈക്കോളജിസ്റ്റ് ആൻഡ് എ ക്ലയന്റ് എന്നുള്ളൊരു റിലേഷൻഷിപ്പിനെയാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. രണ്ടാമതായിട്ട് പറയുന്നത് ഒരു ഇന്റിമേറ്റ് സ്ട്രേഞ്ചറും കൂടി ഉണ്ട്. അത് നമ്മളെ ലൈഫിൽ എല്ലാവർക്കും ഉണ്ടാവാം. ചില ആളുകൾക്ക് എങ്കിലും ആ ലൈഫിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. നമ്മൾ അടുത്തറിയുന്ന, നമ്മൾ ഒരുപാട് ഫ്രണ്ട്സ് ആയിട്ടുള്ള ആളുകളായിരിക്കും, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുള്ള ആളുകളായിരിക്കാം. അവരൊക്കെ നമ്മളോട് ഒരു അപരിചിതരെ പോലെ പെരുമാറുന്ന സിറ്റുവേഷൻസ് നമ്മളെ ലൈഫിൽ ഉണ്ടാവാറുണ്ട്. ഇപ്പൊ നമ്മളെ ജീവിതത്തിൽ ബന്ധങ്ങൾ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. നമ്മുടെ സന്തോഷത്തിൻ്റെയും അതുപോലെ നമ്മളെ വളർച്ചയുടെയും ഒക്കെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ് നല്ല ബന്ധങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ എല്ലാ ബന്ധങ്ങളും നമുക്ക് തുല്യമല്ല. ചില ബന്ധങ്ങൾ നമ്മളെ തളർത്തുകയും എന്നാൽ ചില ബന്ധങ്ങൾ നമ്മളെ ഉയർത്തുകയും ചെയ്യും. അതായത് ഇപ്പൊ ചില ആളുകൾ നമ്മളടുത്ത് സംസാരിക്കുമ്പോൾ തന്നെ ചില മോട്ടിവേറ്റ് ചെയ്താൽ തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് കൂടും, നമ്മളൊന്ന് സ്ട്രോങ് ആയ പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും, ഭയങ്കര ഹാപ്പി ആകും, പീസ്ഫുൾ ആകും. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമ്മളടുത്ത് ചില ആളുകൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതുപോലെ ഡൗൺ ആവും, ഭയങ്കരമായിട്ട് തളർന്നു പോകുന്ന അവസ്ഥകളും ഉണ്ടാവാറുണ്ട്. അപ്പോൾ വാക്കുകൾക്ക് പോലും ബന്ധങ്ങൾക്കൊക്കെ വളരെ പ്രാധാന്യം നമ്മളെ ലൈഫിലുണ്ട്. നമ്മളെല്ലാവരും സുരക്ഷിതമായിട്ടുള്ള, നമ്മളെ കെയർ ചെയ്യുന്ന, അതുപോലെ നമ്മളെ സ്നേഹിക്കുന്ന, ട്രസ്റ്റ് ചെയ്യുന്നൊക്കെ ബന്ധങ്ങളാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുക. അതിനനുസരിച്ചായിരിക്കും നമ്മൾ ഓരോ റിലേഷൻഷിപ്പും മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ടൊക്കെ കൊണ്ടുപോവുക. അത്തരത്തിലുള്ള ബന്ധം തീർച്ചയായിട്ടും നമ്മളെ വളരാനൊക്കെ സഹായിക്കും. എന്നാൽ എപ്പോഴാണ് ഒരു ബന്ധം ഹാനികരമാകുന്നതെന്ന് ചോദിച്ചാൽ ചില ബന്ധങ്ങൾ ലഹരി പോലെ ആകുമ്പോഴാണ്. ഇപ്പോൾ ആസക്തിയുള്ള ബന്ധങ്ങളൊക്കെ നമ്മുടെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ നമ്മളെ ആരോഗ്യത്തെ അത് ബാധിക്കും. നമുക്ക് വ്യക്തമായിട്ടും ശക്തമായിട്ടും ഒക്കെ അറിയാം ഈ ബന്ധം ഹാനികരമാണെന്ന്. പക്ഷെ വീണ്ടും വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, ആ ബന്ധങ്ങളിലെ പുറകെ തന്നെ നമ്മൾ പോകും. ഇപ്പൊ ഈ സിഗരറ്റ് പാക്കറ്റിന്റെ മുകളിലൊക്കെ വ്യക്തമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ടല്ലേ, ഇറ്റ്സ് ഇൻജൂരിയസ് ടു ഹെൽത്ത് എന്ന്. പക്ഷെ എന്നാ പോലും ഒത്തിരി ആളുകൾ അതിന്റെ പുറകെ പോവും. അതുപോലെ തന്നെയാണ് ചില ബന്ധങ്ങളും. നമ്മൾ അതിന്റെ നമുക്കറിയാം അത് ഹാനികരമാണ്, നമുക്കത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും, നമ്മളെ ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാക്കും, നമ്മളെ സമാധാനം നഷ്ടപ്പെടുത്തും, നമ്മളെ മെന്റൽ ഹെൽത്തിനെ അത് നെഗറ്റീവായിട്ട് ബാധിക്കും. ഇതൊക്കെ നമുക്കറിയാം. എങ്കിലും നമ്മൾ വീണ്ടും വീണ്ടും അത്തരത്തിലുള്ള ബന്ധങ്ങളിലോട്ട് പോകും. അവരെത്ര നമ്മൾ അവഗണിച്ചാലും നമ്മൾ അവരെ പുറകെ പോകും. ചിലപ്പോൾ ഒരു പക്ഷേ ഒരു സമയത്ത് നമ്മൾ ഭയങ്കര ഇന്റിമേറ്റ് ആയിട്ടുള്ള ആളുകളായിരിക്കാം, അതുകൊണ്ടായിരിക്കാം നമ്മൾ വീണ്ടും വീണ്ടും അവരുടെ അടുത്തോട്ട് പോകുന്നത്. എത്ര അവഗണിച്ചാലും നമ്മൾ വീണ്ടും വീണ്ടും പരിഗണിക്കുന്നത്. പക്ഷെ ചില സമയങ്ങളിൽ അവർ സ്ട്രേഞ്ചറിനെ പോലെ നമുക്ക് പെരുമാറുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം വരാറുണ്ട്. ചിലപ്പോൾ നമ്മുടെ ഒരു ഹാർഡ് ടൈംസിലായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഫെയിലിയേഴ്സ്, പരാജയങ്ങൾ വന്ന സമയത്തായിരിക്കും ഈ നമ്മളെ കൂടെ നടന്ന ആളുകൾ ഒരു സ്ട്രേഞ്ചറിനെ പോലെ, ഒരു അപരിചിതനെ പോലെ നമ്മളടുത്ത് പെരുമാറുന്നത്. ആ സമയത്ത് പ്രശ്നത്തെക്കാൾ ചിലപ്പോൾ ആ സമയം ഭയങ്കര ഒരു പ്രശ്നമൊക്കെ ഉണ്ടാവും, പക്ഷെ അതിനേക്കാൾ ഗുരുതരമായിട്ടുള്ളൊരു വേദന ആയിരിക്കും നമുക്ക് നമ്മുടെ ഇന്റിമേറ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുള്ള ആളുകൾ നമ്മളോട് സ്ട്രേഞ്ചറിനെ പോലെ ബിഹേവ് ചെയ്യുന്നത്. സോ ചില സമയത്തൊക്കെ
ഇത്തരത്തിലുള്ള ക്ലോസ് ആയിട്ടുള്ള ആളുകൾ നമ്മളോട് സ്ട്രേഞ്ചറിനെ പോലെ ബിഹേവ് ചെയ്യാറുണ്ട്. അപ്പം ഇതും നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഇന്റിമേറ്റ് സ്ട്രേഞ്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം നമ്മളെ മനസ്സിലാക്കുന്നവരെ നമ്മൾ എന്തായാലും പരിഗണിക്കണം, നമ്മൾ അവരെ ചേർത്ത് പിടിക്കണം. നമ്മളെ അവഗണിക്കുന്നവരെ നമ്മൾ എന്ത് ചെയ്യുക, പതിയെ നമ്മുടെ ജീവിതത്തിന് പടിയിറങ്ങാൻ നമ്മൾ അനുവദിക്കുകയും ചെയ്യണം. നമ്മുടെ ലൈഫിൽ നമ്മൾ ചേർത്ത് നിർത്തുന്നവരൊക്കെ നമ്മളെ ചേർത്ത് നിർത്തിയവരുണ്ടാവും, ഒരുപാട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ടാവും, നമ്മളെ വേദനിപ്പിച്ചവരും ഉണ്ടാകും. പക്ഷെ രണ്ടായാലും അവരൊക്കെ നമുക്ക് ഒരുപാട് ലെസൺസ് നമുക്ക് തന്നിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് അവരൊക്കെ ഇറങ്ങിപ്പോകുന്നത്. സോ അതിനെ നമ്മൾ വളരെ പോസിറ്റീവായിട്ട് കണ്ടാൽ മതി. അപ്പോൾ ഈ ഒരു 2 ഇന്റിമേറ്റ് ആയിട്ടുള്ള സ്ട്രേഞ്ചേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഒന്നാമത്തത് ഒരു ക്ലയന്റ് ആൻഡ് സൈക്കോളജിസ്റ്റ് റിലേഷൻഷിപ്സ്. അവര് നമ്മളെ ഒരു എന്താണ് ജഡ്ജ്മെന്റ് ഇല്ലാണ്ട്, മുൻവിധികളില്ലാണ്ട് നമ്മളെ കേൾക്കുന്നത്, ആരും കേൾക്കാത്ത ആളുകൾക്ക് അവര് നമുക്കൊരു ഇടം തരുന്നുണ്ട് നമ്മളെ മനസ്സൊന്ന് തുറക്കാൻ. അതിലൂടെ ഒരുപാട് നമ്മുടെ മനസ്സിനൊരു സമാധാനം കിട്ടുന്നുണ്ട്. നമ്മളെ പല ആളുകളുടെയും മാനസികാവസ്ഥ മെച്ചപ്പെടുന്നുണ്ട്, മെന്റൽ ഹെൽത്തിന്റെ പ്രശ്നങ്ങളൊക്കെ മറികടക്കുന്നുണ്ട്. അപ്പോൾ രണ്ടാമതായിട്ടുള്ളത്, നമ്മളുടെ ക്ലോസ് ആയിട്ടുള്ള ആളുകൾ ചില സന്ദർഭങ്ങളിൽ നമ്മളോട് സ്ട്രേഞ്ചേഴ്സ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നതുമാണ് ഇന്നത്തെ നമ്മളെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. സോ ദാറ്റ്സ് ഓൾ. ഇതാണ് ഇന്ന് പറഞ്ഞത്. ഓക്കെ, താങ്ക് യു. ഹലോ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ പറയാട്ടോ. നിങ്ങളുടെ രീതിയിൽ ഒരു ഇന്റിമേറ്റ് സ്ട്രേഞ്ചേഴ്സ് എന്താണ്, അല്ലെങ്കിൽ എന്താണ് ഫീൽ ചെയ്തിട്ടുള്ളത്? അല്ലെങ്കിൽ നിങ്ങളെ ഒരുപാട് പേര് ചേർത്ത് നിർത്തിയിട്ടുണ്ടാവും, ഒരുപാട് പേര് നിങ്ങളെ ലൈഫിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടാവും, പക്ഷെ ഒരുപാട് ലെസൺസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. നല്ല സെഷൻ ആയിരുന്നു. കുറഞ്ഞ സമയം കൊണ്ട് എവിടെയൊക്കെ എത്തിച്ചു എന്നുള്ളതാണ്. കാരണം ഒരുപാട് പഴയ ഓർമ്മകളിലേക്കും, അങ്ങനെ ഒരാള് നമുക്ക് എവിടുന്നാണ് നമ്മുടെ ലൈഫിൽ നിന്നും അകന്നു പോയിട്ട് അടുത്തുള്ള ഒരാളായിട്ടും ഇപ്പൊ എവിടെയാണ് നിൽക്കുന്നത്, എന്റെ ഒരു ചിന്ത അങ്ങോട്ടാണ് പോയിട്ടുള്ളത്. അതെ, പിന്നെ അതേപോലെ നമ്മൾ എപ്പോഴാണ് ഒരു ബന്ധത്തിൽ, റിലേഷൻഷിപ്പിലേക്ക് പോകുന്ന സമയത്ത് ഒറ്റപ്പെട്ടു പോയ നിമിഷങ്ങളാണ് എനിക്കൊക്കെ കൂടുതൽ ഉണ്ടായിട്ടുള്ളത്. ഞാനൊക്കെ ചെറു പ്രായത്തിൽ തന്നെ ഫാമിലിയിൽ നിന്നും നമുക്ക് ഒരുപാട് ഈ അവഗണന കിട്ടിയിട്ടുള്ള ആളാണ്. അപ്പൊ നമുക്ക് ആ ഒരു സമയത്ത് നമ്മുടെ ഫാമിലിയിൽ തന്നെ ഈ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഒരു വലിയൊരു 100 ആളുകൾ ഉണ്ടായിട്ടും ഞാൻ അവിടെ ഒറ്റയ്ക്കാണെന്നുള്ള ഒരു ജീവിതമായിരുന്നു. പിന്നീട് ഞങ്ങളെ ഫാമിലി കഴിഞ്ഞു, നമ്മളെ ആ ഒരു സറൗണ്ട് കഴിഞ്ഞിട്ട് ആള് പിന്നെയും ആ ഒരു അകൽച്ച മാറുന്നില്ല. കാരണം എന്തുകൊണ്ടാണ് മാറാത്തത്? എനിക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസും, എനിക്ക് ആ സറൗണ്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആളുകളുടെ ആ ഒരു സ്നേഹവും റിലേഷൻഷിപ്പും ഒക്കെ എനിക്ക് എന്നും നെഗറ്റീവായിരുന്നു. പിന്നീട് അത് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഒരു പ്രൊഫഷൻ ആയിട്ട് എടുത്തു. ഇതേ ആളുകൾ നമ്മുടെ മുമ്പിൽ മാം പറഞ്ഞതുപോലെ കേൾക്കാൻ വന്നപ്പോ അവിടെയാണ് എന്റെ പ്രയോറിറ്റി ഞാൻ കാണിച്ചിട്ടുള്ളത്. എത്ര ആളുകൾ നമ്മുടെ മുമ്പിൽ വരുന്നു, അവരുടെ പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ടും കേൾക്കാൻ, എന്ത് പ്രശ്നം അവർ പ്രയാസം പറഞ്ഞോട്ടെ, ആ സമയം നമ്മൾ കൊടുക്കുന്ന ആ വാല്യൂ ആണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ. അവർക്ക് മാത്രല്ല, നമുക്കും അതിന്റെ കൂടെ തന്നെ പോസിറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകുന്നത്. കാരണം ഒരു ക്ലയന്റ് അല്ലെങ്കിൽ ഒരാൾ നമ്മൾ പറയുന്ന സമയത്ത് അയാൾ പ്രശ്നം പറയുന്ന ഇതേ പ്രശ്നമാണ് ഞാനും എന്റെ ലൈഫിൽ അനുഭവിച്ചത്. ആ എക്സ്പീരിയൻസ് അവിടെ ഷെയർ ചെയ്യുന്നില്ലെങ്കിൽ പോലും റിലേറ്റഡ് ആണ് ഓരോ കാര്യങ്ങളും. അപ്പോ ആ സമയത്ത് ഉണ്ടാവുന്ന ആ ഒരു പെട്ടെന്ന് നമുക്ക് അറിയാൻ കഴിയും. ഏതായാലും ഈ ഒരു സെഷന് വളരെയധികം എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് കുറച്ച് നല്ലൊരു മെമ്മറീസ് ഒക്കെ ഇതിലൂടെ കിട്ടി. പിന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു കൗതുകത്തോടെയുള്ള, അറിയാനുള്ള കാര്യങ്ങൾ നമുക്കൊക്കെ ഏതൊക്കെ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം, അത് സൈക്കോളജി ആയിട്ട് പറഞ്ഞു. പിന്നെ ആ ഒരു 2 പാർട്ടായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ചുരുക്കി പറയാതെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളതാണ്. എനിവേ, താങ്ക് യു. നല്ലൊരു സെഷൻ ആയിരുന്നു. ഇതുപോലെ മോർണിംഗ് വൈബുകൾ നമുക്ക് ഇനിയും വരട്ടെ. മാമിന്റെ കയ്യിൽ നിന്ന് ഇനിയും പോയിന്റുകളും ക്ലാസ്സുകളും വരട്ടെ ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ ഫോർ ഷെയറിംഗ്.
സാറ് പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. ഇപ്പൊ നമ്മളൊരു ക്ലയന്റിനെയൊക്കെ വരുമ്പോ നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാവും. ഇപ്പൊ വാല്യൂ കൊടുക്കുന്നത് മാത്രല്ല, നമ്മൾ ഒരുപാട് ബ്ലെസ്ഡ് ആണെന്ന് പോലും നമുക്ക് തോന്നാറുണ്ട് അല്ലേ? നമ്മളെ ഫ്രണ്ടിൽ ഒരുപാട് പേര് കരയുന്നുണ്ട് ഡെയിലി ബേസിൽ, അല്ലെങ്കിൽ അവര് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ എത്രത്തോളം ബ്ലെസ്ഡ് ആണ്, നമ്മൾ എത്രത്തോളം ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ നമുക്ക് തോന്നാറുണ്ട്. ഇപ്പോൾ ഈ ഒരു ജോബ് ആണെങ്കിലും വളരെ സ്ട്രെസ്ഫുൾ ആണെങ്കിൽ പോലും ഇതിനൊരുപാട് നല്ല ക്വാളിറ്റീസും ഉള്ളൊരു ജോബാണ്. ഒരു സോഷ്യൽ സർവീസ് തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതെ, ഇതിന്റെ കൂടെ എനിക്ക് ഒന്നുകൂടി പറയാനുണ്ട്. നമുക്ക് ഈ ഒരു ടോപ്പിക്കുമായിട്ട് വന്നിട്ട് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തില് ബന്ധങ്ങൾക്ക് ഒരു അകൽച്ച വന്നിട്ടുള്ള മൊബൈൽ ഫോണിന്റെ ഒരു വലിയൊരു ഇൻഫ്ലുവൻസ് തന്നെ നമ്മുടെ ലൈഫിലുണ്ട്. ഇപ്പൊ വീട്ടിലാണെങ്കിൽ ഒരു 5 പേരുണ്ടെങ്കിലും രണ്ട് പാരന്റും ഒരു 3 കുട്ടികളും. അപ്പൊ ഈ 2 പേരും പാരന്റും അവര് ഫോണിലായിരിക്കും, കുട്ടികൾ അവര് വേറെ ലോകത്തായിരിക്കും. ആരും ആ ഒരു അസർട്ടീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കുന്നില്ല, പ്രോപ്പർ ആയിട്ടില്ല. അതും ഈ ഒരു ബന്ധത്തിലൊരു ഒരു എന്താണ് ഒരു സ്ട്രേഞ്ചർ പോലെയാണല്ലോ അങ്ങനത്തെ ജീവിതത്തിലൊക്കെ. കാരണം ഒരു സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ട് ഒരു കാലഘട്ടമാണ് ഇന്നുള്ളത്. നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ്. നമുക്കൊരാൾ ഈ ചുറ്റുപാട് ഞങ്ങളെന്നില്ല, എല്ലാവരും ഒരേ സറൗണ്ടിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. മനസ്സിലാവും ആ ഒരു സിറ്റുവേഷൻ എന്താണ് എന്നുള്ളത്. ഓക്കെ. ഓക്കെ, താങ്ക് യു സർ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. നല്ല ടോപ്പിക് ആയിരുന്നു കേട്ടോ. ഞാൻ ശരിക്കും മാം പറഞ്ഞു വന്നപ്പോഴാണ് അത് എത്രയോ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യ പറഞ്ഞതെന്നുള്ളത് കേട്ടോ. ഇന്റിമേറ്റ് സ്ട്രേഞ്ചേഴ്സ്. പക്ഷേ താങ്ക് യു മാം. എല്ലാ സൈക്കോളജിസ്റ്റ് ഒന്നും അങ്ങനെയല്ല കേട്ടോ മാം. ഞാൻ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന്, അതായത് ചിലരുണ്ടല്ലോ വെറുതെ പൈസക്ക് വേണ്ടി മാത്രം, അതായത് ഇതിങ്ങനെ കേൾക്കുക, ആ കറക്റ്റ് ടൈം ആകുമ്പോ പോവുക, വിളിച്ചാലൊന്നും പിന്നെ കിട്ടൂല, അങ്ങനെ ഇരിക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാ പ്രൊഫഷനിലും അങ്ങനെ തന്നെയാണ്. എന്നാൽ അങ്ങനെയുള്ള ധാരാളം പേരുണ്ട്. പക്ഷെ അങ്ങനെ അല്ലാത്തവരും ഉണ്ട്, അതായത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യുന്നവരും ഉണ്ട്. ഓക്കെ. അപ്പൊ ഞാനൊരു കാര്യമാണ് ചോദിക്കുന്നത്. ഇപ്പൊ ഈ BPD ഉള്ളവർക്കുണ്ടല്ലോ, നമ്മൾ ഇപ്പൊ പേരൻസ് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ഒക്കെ അവരെ കേൾക്കാൻ തയ്യാറാവുമ്പോഴേ അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടൂല. അവരെന്താണ് വിചാരിക്കുന്നത് ആ രീതിയിൽ പറഞ്ഞാലേ അവർക്കത് മനസ്സിലാവും. അല്ലെങ്കിൽ അവർ പെട്ടെന്ന് ദേഷ്യപ്പെടും. എന്തിനാ എൻ്റെ അടുത്ത് വന്നത്, എന്തിനാ ഇരിക്കുന്നത്, എന്തിനാ ചോദിക്കുന്നത് എന്നൊക്കെ ചോദിക്കും. പക്ഷെ അവര് പറയുമ്പോൾ അവരെന്ത് പറയും, എന്നെ കേൾക്കാൻ ആളില്ല. അതാണ് അതിന്റെ ഒരു പ്രശ്നം അല്ലേ? അപ്പൊ അത് നമുക്ക് എങ്ങനെയായിരിക്കും ചെയ്യാൻ പറ്റുന്നത്? ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു, ഇതിന്റെ ഫസ്റ്റ് സിംറ്റം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇമ്പൾസിവിറ്റി ആണ്. അതായത് എടുത്തു ചാടിയിട്ടുള്ള മറുപടികൾ അതിൽ വരുന്നതാണ്. നമ്മൾ ആങ്കർ ആണെങ്കിലും, ഇവർക്ക് ആങ്കർ വന്നാലും അവർ ആത്മഹത്യാ പ്രവണത കാണിക്കും, സങ്കടം വന്നാലും അവർ ഈ പ്രവണത കാണിക്കും. അപ്പോൾ ഇവർക്ക് തന്നെ ആരാന്ന് അറിയാത്തൊരു സിറ്റുവേഷൻ ഉണ്ട്. ഐഡന്റിറ്റി ഡിസ്റ്റർബൻസ് വരും. അതുപോലെ ഇന്റൻസ് ആൻഡ് അൺസ്റ്റേബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ്. ഇവര് ചില കാര്യങ്ങൾ ഈ ഇമോഷൻസിനനുസരിച്ചാണ് പറയാ. ഇപ്പൊ ഇവർക്കൊക്കെ നമ്മൾ DBT തന്നെ കൊടുക്കണം എന്ന് പറയുന്നതിനൊരു കാരണം ഈ ഡയലക്റ്റിക്കൽ, ഇവർ ഒരു ഒറ്റ വ്യൂവിലാണ് ഇവർ കാണുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാണ്, ഇപ്പൊ ഒരു കുട്ടി സ്കൂളിൽ പോയിട്ട് നേരം വൈകി വന്നു, അല്ലെങ്കിൽ കോളേജിൽ പോയിട്ട് നേരം വൈകി വന്നു എന്ന് വിചാരിക്കുക. അപ്പൊ അമ്മയും അച്ഛനും ഭയങ്കരമായിട്ട് അവരുടെ അടുത്ത് ദേഷ്യപ്പെടുകയാണ്. ദേഷ്യപ്പെടുമ്പോ ആ കുട്ടി ചിന്തിക്കുന്നത് ഇവരെന്നെ റിജക്ട് ചെയ്യാണ്, ഇവരെന്നെ മനസ്സിലാക്കുന്നില്ല, ആ ഒരു വേലാണ്. പക്ഷെ ആ കുട്ടി വിചാരിക്കുന്നതും ശരിയാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം അവിടെ ഒരു പാരന്റിങ് കൺസേൺസും ഉണ്ട്. അവര് എന്താണ് വിചാരിക്കുന്നത്, അവര് പാരന്റ്സ്, നമുക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ് നമ്മൾ കൺസേൺ ആവുന്നത്. ആ കുട്ടി അവിടെ വീട്ടിലെത്താത്തത് കൊണ്ട് കറക്റ്റ് ടൈമിന്, അതുകൊണ്ട്. അപ്പോൾ നമ്മൾ സാധാരണക്കാർക്ക് ഈ 2 വ്യൂസും വരും. പക്ഷെ ഈ BPD ഉള്ള ആളുകൾ ഒരൊറ്റ വ്യൂസിലേ ചിന്തിക്കുകയുള്ളൂ. ചെറിയ ചെറിയ കാര്യങ്ങൾ മതി ഇവര് ഡിസ്റ്റർബ്ഡ് ആവാൻ. അപ്പോൾ ഇവരെ നമ്മൾ ഭയങ്കരമായിട്ട് കെയർ ചെയ്യണം. എല്ലാ BPD-കാരും പറയുന്ന കാര്യമാണ് എന്നെ കേൾക്കാനില്ല എന്ന്. പക്ഷെ അവിടെ ചിലപ്പോൾ അവര് കേൾക്കുന്നുണ്ടാവും. പക്ഷെ ഇവരുടെ ഈ ഒറ്റ വ്യൂ പോയിന്റിൽ കാണുന്നതിന്റെ ഒരു പ്രശ്നമാണത്. ഓക്കെ. ഓക്കെ മാം. ഓക്കെ. പക്ഷെ അവര് ചില സമയത്ത് ഇത് തിരിച്ചറിയും, അല്ല ഇതിന് എന്റെ തോന്നൽ. അത് ആ മൂഡിന്റെ പ്രശ്നം, അല്ലെങ്കിൽ അവിടെ ഒരു ഇൻസൈറ്റ് വരുമ്പോ അവര് ഓക്കെ ആവും. പക്ഷെ സിവിയർ ആയിട്ടുള്ള ഒരു കണ്ടീഷൻസിലൊന്നും ഇവർക്ക് ഇത് മനസ്സിലാവൂല. നമ്മൾ എപ്പോഴും മറ്റുള്ളവർക്കാണ് പ്രശ്നം എന്നുള്ളതാണ്. എസ്പെഷ്യലി കൂടുതൽ ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആയിട്ടാണ് എൻ്റെ അടുത്തൊക്കെ ഇപ്പൊ ഞാൻ കൂടുതൽ കണ്ടത് അങ്ങനെയാണ്. അപ്പൊ അവര് പറയാ പാർട്ട്നേഴ്സിന്റെ പ്രശ്നമാണ്, മൊത്തം പാർട്ട്നേഴ്സിന്റെ പ്രശ്നമാണ്, അവർക്കൊരു പ്രശ്നവും ഇല്ല. ഇവര് നല്ല കൂൾ
കാമായിട്ട് അവരുടെ അടുത്ത് ആ പെരുമാറി കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നമില്ല, ട്രിഗർ ആവില്ല. ഇത് ഓക്കെ. ഇപ്പൊ അവസാനം പറഞ്ഞ അതിലൊരു പ്രശ്നങ്ങളുണ്ട്. അവർക്ക് പ്രധാനമായിട്ട് ബി.പി.ഡി ഉള്ള ആളുകൾക്ക് രണ്ട് പാർട്ട് ഉണ്ട്. ഒന്ന് അതെ ഐഡിയലൈസേഷൻ, അതേപോലെ അതെ ഡിവാലുവേഷൻ എന്ന് പറഞ്ഞ സാധനം. അതായത് അവർക്ക് ഉം, ഇന്റെ മനസ്സിൽ ഇന്ന പ്രശ്നമുണ്ട്, എനിക്ക് ആ റിലേഷൻഷിപ്പിൽ ഇങ്ങനെ പ്രയാസമുണ്ട്, വൈകാരിക ബുദ്ധിമുട്ട്, അവർക്ക് തിരിച്ചറിവുണ്ട്. പക്ഷെ ആ ഉം. തിരിച്ചറിവ് അവര് ഇന്റർപ്രട്ട് ചെയ്യുന്നത് മറ്റൊരു പിന്നെ രീതി, രീതിയിലാണ്. അതെ അതെ, ആ അക്സെപ്റ്റ് ചെയ്യും. അപ്പൊ അക്സെപ്റ്റ് ചെയ്യുന്നത് അതാണ്. ഇതിൽ രണ്ട് സൈക്കോളജിക്കൽ വേർഡാണ്, അതെ ഐഡിയലൈസേഷൻ അതേപോലെ ഡിവാലുവേഷൻ എന്ന് പറയുന്ന സാധനം. കാരണം ആ അതെ ഒരു തിരിച്ചറിവാണ് നമ്മൾ എന്താണ് DBT ഉണ്ടാകുന്നത്. എനിക്ക് എന്റെ കൊടുക്കണം. വികാരത്തെ തിരിച്ചറിയേണ്ടത്, ഇത് എന്റെ കുറ്റമല്ല, അല്ലെ മറ്റുള്ള ആളുടെ കുറ്റമല്ല, ഇതൊരു ഉം, ഒരു നെർവസ് സിസ്റ്റം ഡിസ്റെഗുലേഷൻസ് ആണ് എന്നുള്ള ഈ ഒരു തിരിച്ചറിവ് നമ്മൾ ആ ഡയലക്റ്റിക്കൽ ബിഹേവിയർ തെറാപ്പിയിലൂടെ, അതേപോലെ നമ്മൾ അതിൽ ഉപയോഗിക്കുന്ന ഒരുപാട് ടെക്നിക്കുകൾ ഉണ്ട്. പിന്നെ അതെ ഡിയർമാൻ എന്ന് പറഞ്ഞ ടൂൾസ് ഒക്കെ ഉണ്ട്. അതിലൂടെ അയാൾക്ക് സ്വയം തിരിച്ചറിവ് ഉണ്ടാക്കി കൊടുക്കുക, വാലിഡേറ്റ് ചെയ്ത് കൊടുക്കുക, അവരെ വികാരത്തെ നമ്മൾ വാലിഡേറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് സാധാരണ അതെ ഉണ്ടാകുന്ന വികാരങ്ങളാണ്. നിങ്ങൾക്ക് തെറ്റായിട്ടുള്ള ആ ഒരു മിസ് ഇന്റർപ്രിട്ടേഷൻ നടക്കുന്നത് കൊണ്ടാണ് ഈ ഒരു പ്രയാസം നിങ്ങളെ ലൈഫിൽ ബാധിക്കുന്നത് എന്നുള്ള ആ ഡെവിയേഷനിൽ നിന്നും നമുക്ക് ഡിവാലുവേഷൻ എന്ന് പറഞ്ഞ ആ ഒരു പ്രോസസ്സിലേക്ക് നമ്മൾ കൊണ്ടുപോകും. ഓക്കെ, ഞാൻ സോറി, ഞാൻ ഇടപെട്ടതിൽ ഓക്കെ. നിങ്ങൾ താങ്ക് യു സർ, സംസാരിച്ചോണ്ട്. താങ്ക് യു സർ. ഇല്ല ഇല്ല. ആ വേർഡ് മനസ്സിലായി കേട്ടോ. നെർവസ് ആ സിസ്റ്റം ഡിസ്റെഗുലേഷൻ അല്ലേ സാറേ? അങ്ങനെയല്ലേ ആ ആ വേർഡ്? ആ അതെ അതെ അതെ, ആ ഓക്കെ. നെർവസ് ഇമോഷണൽ ഡിസ്റെഗുലേഷൻ. റെഗുലേഷന് ഒത്തിരി കുറവായിരിക്കും അവർക്ക്. ശരിക്കും സാറും സം- കൂടെ തന്നെയാണ് ഞാൻ കോൺഫിഡന്റ് ആയിട്ട് ചോദിച്ചത് കേട്ടോ ക്വസ്റ്റ്യൻ. അല്ല, എന്നെക്കാട് കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് അവർ. അതൊന്നും അങ്ങനെയൊന്നും ബാധിക്കില്ല. അറിയുന്ന കാര്യങ്ങൾ നമ്മൾ പറയും, ഷെയർ അതെ ചെയ്യുന്നേ ഉള്ളൂ. ഷെയർ ചെയ്യും. പിന്നെ രണ്ടാമത് പറഞ്ഞ കാര്യം, ഒരു വളരെ ഇന്റിമേറ്റ് ആയിരുന്ന ആള് പിന്നീട് ആളുകൾ അപരിചിതരെ പോലെ മാറിക്കഴിയുമ്പോ സ്വയം അവരെ നമ്മുടെ ലൈഫിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ അനുവദിക്കുക എന്ന് പറയുന്നത് എങ്ങനെ നടത്തണം? അതത്ര ഈസിയായ ഒരു കാര്യമല്ലല്ലോ. ഈസി അല്ല 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 അല്ല. ഉം, അതിന് നമ്മൾ മൈൻഡ് സെറ്റ് ആവണം. ഉം, നമ്മൾ കുറെ അവഗണനകൾ നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ ഉം, മൈൻഡ് ആ ഒരു ഇതിലോട്ട് വരും. അതായത് ഉം, നമ്മൾ വീണ്ടും വീണ്ടും പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു പരിഗണന കിട്ടുന്നില്ല, നമുക്കൊരു കെയർ കിട്ടുന്നില്ല. ലാസ്റ്റ് ഉം, നമ്മളും ആ ഒരു സ്റ്റേജിലോട്ട് വരും. പിന്നെ ഉം, കുറച്ചൊക്കെ ലെസൺസ് നമ്മൾ ലൈഫിലും നമ്മൾ ഓരോരുത്തർ വരുന്നത് ഓരോ ലെസൺസ് നമുക്ക് തരുന്നത് തന്നെയാണ്. അപ്പൊ അതിൽ നിന്ന് ഉം, പാഠം ഉൾക്കൊണ്ടിട്ട് നമ്മളെ പരിഗണിക്കാത്ത ആളുകൾ അവരെ സ്പേസ് നമ്മൾ കൊടുക്കുക. അതാണ് നമ്മളെ മെച്യൂരിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ഉം, വീണ്ടും അവരെ ഹോണ്ട് ചെയ്ത് അവരെ പുറകെ പോവല്ലേ ചെയ്യേണ്ടത്. ഉം, ഉം, ആ ഒരു ഗ്രോത്ത് നമ്മളിൽ ഉണ്ടാവുക. ഉം. ഓക്കെ. ഓക്കെ, താങ്ക് യു, താങ്ക് യു. താങ്ക് യു മാം. മീന മാം, എന്തായാലും ഗുഡ് നല്ലൊരു മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു. ഞാന് താങ്ക് യു. ഇന്റിമേറ്റ് സ്ട്രേഞ്ചേഴ്സ് എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ പെട്ടെന്ന് എന്റെ മൈൻഡിലേക്ക് വന്നത്, നല്ല ക്ലോസ് ഫ്രണ്ട്സ് ഒക്കെ തമ്മിൽ സാമ്പത്തികമായിട്ടുള്ള ഇടപാടൊക്കെ നടക്കുമല്ലോ. അതെ ആരൊറ്റ ഇടപാട് മതി ഒരു സ്ട്രേഞ്ചേഴ്സ് ആക്കാൻ എനിക്ക്. അതുപോലെ ശരിയാണ്. ഫാമിലി റിലേറ്റീവ്സ് ഒക്കെ ആയിക്കഴിഞ്ഞാലും എന്തെങ്കിലും ഒരു സാമ്പത്തിക ഇടപാട് മതി, പിന്നെ നമ്മ ഒരു സ്ട്രേഞ്ചർ ആണ്, ഓട്ടോമാറ്റിക് ആയിട്ട് ആയിക്കോളും. നമ്മ എടുത്ത് മാറ്റൊന്നും ആവശ്യമില്ല അവരുടെ ലൈഫിൽ നിന്ന്. അവർ താനെ അത് ശരി. സ്ട്രേഞ്ചർ ആയി മാറിക്കോളും. അതെ അതെ. അതാണ് പറയണമെന്ന് വിചാരിച്ചു. എന്തായാലും വളരെ നല്ല സെഷൻ ആയിരുന്നു. നല്ലൊരു ഉപകാരപ്രദമായ സെഷൻ കൈകാര്യം ചെയ്തു. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഗുഡ് മോർണിംഗ്. നല്ല സെഷൻ ആയിരുന്നു. ഈ ടോപ്പിക്ക് കണ്ടപ്പോൾ തന്നെ എന്റെ മനസ്സിൽ കൂടെ പോയത് ഇന്റിമേറ്റ് സ്ട്രേഞ്ചർ എന്ന് പറയുമ്പം ഈ നമ്മൾ റിസർച്ചർ പറഞ്ഞ പോലെ നമ്മുടെ മുന്നിൽ എപ്പോഴും കാണുന്ന ഈ ഫോണും കൊണ്ടിരിക്കത്തില്ലേ. നമ്മുടെ വീട്ടിലാണെങ്കിലും ഓരോരുത്തരും ഓരോ ഫോണിൽ ഇരിക്കുമ്പം നമുക്ക് വളരെ ഇന്റിമേറ്റ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോലും സോ എൻഗ്രോസ്ഡ് ഇൻ ആ ഒരു ഫോണില്. അപ്പൊ ഒരു സ്ട്രേഞ്ചേഴ്സിനെ പോലെ ആണ് അവര് ആ സമയത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പൊ അതായിരിക്കും അതാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് ഞാൻ ആദ്യം ടോപ്പിക്ക് കണ്ടപ്പോൾ വിചാരിച്ചത്. പിന്നെ അതുപോലെ വേറൊരു രീതിയിൽ നമുക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്, ചില മനുഷ്യര്
നമ്മളുമായിട്ട് വളരെ അടുത്ത നല്ല നല്ല റിലേഷൻഷിപ്പും വളരെ ഇന്റിമേറ്റ് റിലേഷൻഷിപ്പും കാണുമ്പോൾ വളരെ സ്നേഹവും ഒക്കെ ആയിരിക്കും. പക്ഷെ ചില സമയത്ത് അവർ മറ്റുള്ള ആൾക്കാരുടെ കൂടെ ചേർന്ന് കഴിയുമ്പോൾ പിന്നെ നമ്മളെ അങ്ങ് ഇഗ്നോർ ചെയ്യും. നമ്മളവിടെ ഉള്ളതായിട്ട് പോലും നമ്മളെ ആ ഒരു ഫീൽ തരത്തില്ല. ഓക്കെ, കണ്ടാൽ ചിലപ്പോ ഒന്ന് ചിരിച്ചിട്ട് അങ്ങ് പോകും. പക്ഷെ മറ്റുള്ള ആൾക്കാരുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് പെരുമാറുന്നു. പക്ഷെ എന്തുകൊണ്ട് നമ്മളെ ആ സമയത്ത് ഇഗ്നോർ ചെയ്യുന്നു, നമ്മൾ അങ്ങനെ ചിന്തിക്കും. പിന്നീട് അത് കഴിഞ്ഞ് വേറെ എവിടെയെങ്കിലും സാഹചര്യത്തിൽ കാണുമ്പോൾ പിന്നെ കാണുമ്പോൾ വളരെ ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് ഒരു വേവ് പോലെയാണ്. ചില സമയത്ത് വളരെ ക്ലോസ് ആയിട്ടും വളരെ ഇന്റിമേറ്റ് ആയിട്ടും പെരുമാറും. പക്ഷെ വേറെ ചില ആൾക്കാരെ കണ്ടു കഴിയുമ്പോഴത്തേന് അവരുമായിട്ടുള്ള ഇന്ററാക്ഷനിൽ നമ്മളെ ടോട്ടലി ഇഗ്നോർ ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു എക്സ്പീരിയൻസും എനിക്ക് ചില മനുഷ്യരിൽ നിന്ന് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എനിവേ, പിന്നെ സൈക്കോളജിസ്റ്റും ക്ലയന്റുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ പറ്റിയും ഒക്കെ പറഞ്ഞു. എല്ലാം വളരെ നല്ലതായിരുന്നു. നല്ല ഒരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു വെരി മച്ച്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. നല്ലൊരു സെക്ഷൻ ആയിരുന്നു. താങ്ക് യു. നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ക്ലോസ് ഫ്രണ്ട്സ് കുറെ ആൾക്കാർ കാണുമല്ലോ. അതെ അതെ. റൂംമേറ്റ്സ് ഒക്കെ ആയാലും ഭയങ്കര ക്ലോസ് ആണ്. പക്ഷെ അവര് നമ്മൾ മാരേജ് ഒക്കെ കഴിഞ്ഞ് വേറെ ലൈഫിലോട്ടൊക്കെ പോകുമ്പോൾ നമ്മൾ എത്ര കണക്ട് ചെയ്യാൻ ശ്രമിച്ചാലും അവരൊന്നും അത്ര അതെ കണക്ട് ആവത്തില്ല. ഭയങ്കര ഒരു ഗ്യാപ്പ് വരും. ഇപ്പൊ മാം അതെ. പറഞ്ഞപ്പോ എനിക്ക് ഫസ്റ്റ് ആ പേര് കേട്ടപ്പോ തന്നെ അതാണ് ഓർമ്മ വന്നത്. നമ്മൾ ഇത്രയും ഇന്റിമേറ്റ് ക്ലോസ് ആക്കി വെച്ചവര് ഒരു ഗ്യാപ്പ്, ഒരു ഫോൺ കോള് അതൊക്കെ പറ്റുള്ളൂ. എല്ലാരും ബിസി ലൈഫാണ്. എന്നാലും നമുക്ക് ഭയങ്കര ഗ്യാപ്പ് ഉള്ളത് പോലെ ഫീൽ ചെയ്യും. നമ്മൾ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തിട്ട് പെട്ടെന്ന് ഈ ഒരു ഡിസ്റ്റൻസ് വരുമ്പോ പിന്നെ അതെ കുറെ അതെ. കഴിയുമ്പോൾ നമ്മൾ അതുമായിട്ട് അങ്ങ് മിങ്കിൾ ചെയ്ത് പോകും. നമുക്കും പുതിയ ഫ്രണ്ട്സ് ആവും. നമ്മൾ പുതിയ പുതിയ സർക്കംസ്റ്റൻസുമായിട്ട് മിങ്കിൾ ആയി പോകും. നിങ്ങളായിട്ട് പോകും. അപ്പൊ പല പല എന്താണ് നമ്മൾ ആ ഒരു പഴയ സമയത്തോട്ടൊക്കെ മാം കൊണ്ടുപോയി. ഓക്കെ, മെമ്മറീസിലൊക്കെ പോയില്ലേ? അതെ 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 അതെ. അപ്പം ഹോസ്റ്റൽ മേറ്റ്സിനൊക്കെയാണ്, ഹോസ്റ്റലിൽ താമസിച്ചവർക്കൊക്കെയാണ് കൂടുതൽ ഇത് വരുന്നത്. നമ്മൾ ഫാമിലിയൊക്കെ വിട്ട് അവരുമായിട്ടൊക്കെ ഭയങ്കര ക്ലോസ്ഡ് ആയിരിക്കുമല്ലോ. ഒരു അതെ. നൊസ്റ്റാൾജിയ വന്നു. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. ആതിര മാം പറഞ്ഞതുപോലെ എനിക്കും അങ്ങനെയുണ്ട് പെട്ടെന്ന് ഈ ടോപ്പിക് ഇങ്ങനെ കണ്ട ഫീൽ ചെയ്തത്. അതുപോലെ നമ്മള് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഭയങ്കര ഫ്രണ്ട്സ് ആയിരിക്കും. പിന്നെ നമ്മള് ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു റിപ്ലൈ തരും എന്നല്ലാണ്ട് അങ്ങനെ നമ്മൾ അങ്ങോട്ട് ചെന്നാലും ചിലപ്പോ പറഞ്ഞ പോലെ തിരക്കൊക്കെ ആയിരിക്കും. എന്നാലും നമുക്കൊരു ഫീൽ ആയിരിക്കും, എത്ര ഇതിൽ നടന്നതായിരുന്നു എന്നൊക്കെ നമുക്കും അങ്ങനെ തോന്നും. നല്ല ഒരു ക്ലാസ് ചോദ്യം ആയിരുന്നു. സജന മാമിനോട്. എന്റെ അടുത്താണോ ആ ചോദിച്ചു? ചോദ്യം ആർക്കും കൊടുക്കല്ലോ. അല്ല, ഈ ഒരു ഫീലിങ്സ് നിങ്ങൾ പറയുന്ന അതേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾക്ക് ഉണ്ടാവില്ലേ? യെസ്, ഓഫ് ഉണ്ടാവും, കോഴ്സ് ഉണ്ടാവും. അതുണ്ടാവും. അപ്പൊ പിന്നെ എന്തുകൊണ്ടാണ് അവര് നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാത്തത്? അതെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഒരു ഫീലിങ്സ്, അതായത് 10 വർഷം, ഇനിയിപ്പോ ഞാനിപ്പോ പ്രവാസിയാണ്, ഇത് ഏകദേശം 17-18 വർഷം. ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പൊ ആ സുഹൃത്തുക്കൾ ഞങ്ങളിപ്പോ പല കോണ്ടാക്ടുകളുണ്ട്, റിലേഷൻഷിപ്പ് ഇങ്ങനെ കീപ്പ് ചെയ്തു. എന്നിൽ നിന്നും അകന്നു പോയ ആളുകളുണ്ട്, ഇപ്പൊ നാട്ടിൽ സെറ്റ് ആയ ആളുകളുണ്ട്. അപ്പൊ അവർക്കൊക്കെ മെസ്സേജുകൾ അയക്കാറുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ നെഗറ്റീവ് അല്ല ഉദ്ദേശിക്കുന്നത്. ഞാൻ സജന മാമിനെ ചോദിക്കുകയാണ്, അല്ലെങ്കിൽ മറ്റുള്ള ആർക്കും വേണമെങ്കിൽ, നിങ്ങൾക്ക് ഇതേ ഫീലിങ്സ്, അത് മുമ്പ് പറഞ്ഞ ആതിര മാമിനോട് പറയാം, ഈ പറഞ്ഞൊരു ഫീലിങ്സ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് ഉണ്ടാവില്ലേ എന്നെങ്കിലും നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? എനിക്കുണ്ടാകുന്ന ഈ ഒരു സങ്കടം ആ പഴയ ഫ്രണ്ടിനെ ഒന്ന് കാണാൻ, ഒന്ന് കേൾക്കാൻ, ഞങ്ങൾ ഇങ്ങനെ നടന്നവരാണ്, ഈ ഒരു ഫീലിങ്സ് എങ്ങനെയെങ്കിലും ഓപ്പോസിറ്റ് ആയിട്ട് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഉത്തരം പറയാം. ചിന്തിച്ചിട്ടില്ലെങ്കിൽ, ഉണ്ടെങ്കിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എന്ന് പറയാം. ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. യെസ്, കാരണം ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പൊ പുതിയ ഫ്രണ്ട്സ് ആ വരുമ്പം പഴയ ഫ്രണ്ട്സ് അവരെ മറക്കാനുള്ള സാധ്യത ഉണ്ടല്ലോ. നമ്മൾ അല്ല, മനുഷ്യന്മാരല്ലേ. അതെ, ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു മറവി എന്ന് പറയുന്നത് അതൊരു നോർമൽ വേർഡാണ്. അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ പുതിയ ഫ്രണ്ട്സ് വരുമ്പോ പഴയ ആളുകളെ മറക്കുക എന്ന് പറയുമ്പോ അത് എത്രത്തോളം പോയി. അപ്പൊ മുമ്പ് ആ ഒരു സിറ്റുവേഷൻ ബേസ് അനുസരിച്ച് മാത്രം റിലേഷൻഷിപ്പ് പോകുന്ന ആളുകളാണ്. അപ്പൊ മുമ്പ് നേരത്തെ ഹേമലത മാം പറഞ്ഞതുപോലെ തന്നെ ഒരു സിറ്റുവേഷനിൽ അവർക്ക് അല്ല സോറി, മാം തന്നെ തോന്നുന്നു പറഞ്ഞത്, ഒരു സിറ്റുവേഷൻ അവർ വളരെ
നല്ല രീതിയിൽ നമ്മൾ അടുപ്പം കാണിക്കുന്നു. കുറച്ച് ആളുകൾ സ്ഥലം ഒന്ന് മാറി കിട്ടിയ പ്ലേസ് ഒന്ന് മാറുമ്പോൾ വേറെ ആളുകളുമായിട്ട് അവർ വളരെയധികം പെട്ടെന്ന് മിങ്കിൾ, നമ്മളെ കണ്ട പരിചയം പോലും കാണിക്കുന്നില്ല. അത് ശരിക്കും ഒരു റിലേഷൻഷിപ്പ് ആണോ? അല്ല. അന്ന് ഞാൻ പറയാട്ടോ, അങ്ങനെ നിങ്ങൾ പൂർണ്ണമായിട്ട് ഞാൻ എന്റെ ഭാഗം പറയാണ്. അപ്പൊ അവിടെ എന്താണ്, ഇങ്ങനത്തെ ആളുകള് എപ്പോഴും ഒരു ബൗണ്ടറി അവർ കീപ്പ് ചെയ്യുന്നത്. ഇന്ന ആളുകൾ ഇത്ര മതി, സാഹചര്യങ്ങൾക്കനുസരിച്ച് പെരുമാറിയാൽ മാത്രമേ, അവർക്ക് ഇന്ന സ്ഥലത്ത് കിട്ടുമ്പോൾ ഇന്ന ആള് മതി, അവരുടെ അടുത്തേക്ക് പോകുമ്പോൾ ഇന്ന ആള് മതി എന്നുള്ള തോട്ട് അവർ ഫിക്സഡ് ആണ്. അതായത് അവിടെ ഒരു ഗ്രോത്ത് ഇല്ല. ഫിക്സഡ് ആയിട്ട് ബ്രെയിനിൽ അങ്ങോട്ട് ചെയ്തിട്ട് അവരങ്ങോട്ട് മുന്നോട്ട് പോകും. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന അങ്ങനെയാണ്. അയാള് എന്നോട് കണ്ടിട്ട് മിണ്ടിയില്ല, ഇന്നലൊക്കെ എത്ര സന്തോഷത്തോടെ സംസാരിച്ച ഒരാൾ, ഇന്ന് എന്താണ് അയാൾക്ക് എന്ത് പറ്റി? അപ്പൊ നമുക്കൊരു ഇന്നർ ഫീലിങ്സ് അവിടെ ഡൗൺ ആവുകയാണ്. നമ്മൾ സ്വയമായിട്ട് സെൽഫ് കോൺഫിഡൻസ് അവിടെ പോകും. ഈ കോൺഫിഡൻസ് താൽക്കാലികമായിട്ട് എന്താണ്, ആശ്വാസം കിട്ടാൻ വേണ്ടി പിന്നെ അവർ നമ്മുടെ അടുത്തേക്ക് വരും. അപ്പൊ നമുക്ക് വീണ്ടും ഫീലിങ്സ് ആകുമ്പോൾ നമ്മുടെ ഹോർമോണൊക്കെ ഒന്ന് ഹാപ്പി ആയി ഉഷാറായി വരും. പിന്നെ ഈ സംഭവിക്കുന്നത് എങ്ങനെയാ ഡെയിലി. പക്ഷെ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് ഒന്നാണ്, നമുക്ക് ബെറ്റർ ആയിട്ട് റിലേഷൻഷിപ്പ് എവിടെയാണുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കുന്ന, നമ്മളൊന്ന് കേൾക്കാൻ, അറ്റ്ലീസ്റ്റ് ആഴ്ചയിൽ ഒരു തവണ, മാസത്തിൽ എന്താണ് വിശേഷം എന്ന് ചോദിക്കാൻ പറ്റുന്ന ഒരാളെങ്കിലും നമ്മൾ കയ്യിൽ വെക്കുന്നത് നല്ലതാണ്. ഹലോ, എപ്പോഴെങ്കിലും നമുക്കൊരു സങ്കടം, ഇന്ന ആളെ വിളിക്കണം തോത്ത് വന്നാല്, ഇപ്പൊ കഴിഞ്ഞ മെനിഞ്ഞാന്ന് നമുക്കൊരു ഇവിടെ ഒരു ആക്ടിവിറ്റി ഇല്ലായിരുന്നു, ഷായിസ മാമിന്റെ ക്ലാസ്സിൽ നമുക്കൊരു ആക്ടിവിറ്റി തന്നെ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരാൾക്കൊരു മെസ്സേജ് അയക്കുക എന്നുള്ളത്. ആ മെസ്സേജ് അയക്കാൻ നമ്മളെ ആരുടെയൊക്കെ മനസ്സിലൊക്കെ ആരുടെ പേരുകളാണ് വന്നിട്ടുള്ളത്? നമ്മളെ ഫാമിലിയിലാണോ, ഫ്രണ്ട്സിലാണോ, അല്ലെങ്കിൽ മറ്റുള്ള ഇനിയിപ്പോ ഈ ഒരു സറൗണ്ടിലുള്ള ആളുകളാണോ? ആരൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഞാനും ഒരാൾക്ക് മെസ്സേജ് അയച്ചു, അൻഡിൽ സ്റ്റിൽ നോ റിപ്ലൈ. കാരണം ഞാൻ എടുക്കുന്ന അതേ ഫീലിങ്സ് തന്നെയാണ് അയാൾ എടുക്കുന്നില്ല. അപ്പൊ എനിക്ക് അതിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ ഈ ഒരു പാറ്റേണിലേക്കാണ് ഞാൻ പറഞ്ഞു വന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. റിലേഷൻഷിപ്പ് നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും നമ്മളൊന്ന് മനസ്സിലാക്കുക, ഒന്നോ രണ്ടോ ഒരുപാട് എക്സ്പീരിയൻസ് ഇപ്പൊ ചില ആളുകൾ പറയാറുണ്ട്, നമ്മൾ കൗൺസിൽ സെഷനിൽ ഫാമിലിയിലൊക്കെ കേസുകൾ വരുന്ന സമയത്ത്, എന്നെ അയാൾ ഒരിക്കലും മനസ്സിലാവൂല, ഞാൻ അയാളെ കൂടെ ഇത്രയും കാലം ജീവിച്ചിട്ടും അയാൾ എന്നെ മനസ്സിലാവുന്നില്ല എന്ന്. അതേപോലെ നമുക്ക് അങ്ങോട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ അയാളെ നിങ്ങൾ എപ്പോഴെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? നിങ്ങളെ പാർട്ട്ണറെ നിങ്ങൾ അയാൾ മനസ്സിലാക്കിയിട്ടില്ല എന്ന് കുറെ നേരമായി പറയുന്നു. അതേസമയം അയാളെ കുറിച്ച് നിങ്ങൾ എന്താണ് ഇവിടെ മനസ്സിലാക്കിയിട്ടുള്ളത്? ഈ ഒരു ഒറ്റ ചോദ്യം ചോദിക്കുമ്പോൾ അവർക്ക് ഒന്നും അറിയാനുണ്ടാവില്ല. 10 20 25 വർഷം അവരെ കൂടെ ജീവിച്ചിട്ട് അയാൾക്ക് എന്താണ് വേണ്ടത്, അയാൾക്ക് എന്ത് ഇന്റിമേറ്റ്സി ആണ് വന്നത് വേണ്ടത്, എന്ത് റിലേഷൻഷിപ്പാണ്, ഏത് രീതിയിലാണ് സ്നേഹം കൊടുക്കേണ്ടത് എന്നൊരു പേഴ്സണൽ ട്രൈറ്റ് പോലുള്ള അയാളെ തിരിച്ചറിയാൻ പറ്റും. എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോ ഇവർ പറയുന്നത് എന്താണ്, അയാൾക്ക് NPD ആണ്, അല്ലെങ്കിൽ അവക്ക് NPD ആണ്, അല്ലെങ്കിൽ അവക്ക് എന്നെ മനസ്സിലാവുന്നില്ല, ഇവൻ എന്നെ മനസ്സിലാവുന്നില്ല. ഈ ഒരു കേസ് കെട്ടായിട്ട് നേരെ കൗൺസിലർ അടുത്ത് പോകും. ഈ കൗൺസിലർ വരുന്ന ആളുകൾ നമ്മൾ അവിടെ എഡ്യൂക്കേറ്റഡ് ആണ്. അവരെ പ്രശ്ന പരിഹാരമല്ല നമ്മൾ അവിടെ കൊടുക്കേണ്ടത്. നല്ല രീതിയിൽ അവർക്ക് ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ട് അവർക്കുള്ള ഉള്ളിലുള്ള ആ ഒരു പ്രയാസത്തെ പറഞ്ഞ് മനസ്സിലാക്കിയതിന് പുറമെ ഒരു ലൈഫിൽ എങ്ങനെയാണ് പോകേണ്ടത്, ഒരു സെഷന് നമ്മൾ സൈക്കോ എഡ്യൂക്കേഷൻ എന്നാണ് ഇതിൽ പറയുക, ആ സൈക്കോ എഡ്യൂക്കേഷൻ നമ്മൾ കൊടുക്കണം. ഇനിയിപ്പോ എങ്ങനെയാണെങ്കിലും ഇത് കൊടുക്കാത്തത് കൊണ്ട് തന്നെയാണ് പല കേസുകളും നമുക്ക് റിസൾട്ട് ഇല്ലാതെ പോകുന്നതും. ആ റിസൾട്ട് ചിലപ്പോൾ നമ്മളടുത്ത് 2 സെഷൻ ആയിരിക്കും, ആ കൗൺസിലർ ശരിയല്ല, ഞാൻ അടുത്ത ഇതിലേക്ക് പോവാണ്. എന്തുകൊണ്ടാണ്? ചിലപ്പോൾ നമ്മുടെ തെറ്റൊന്നും ആയിരിക്കില്ല, ചിലപ്പോൾ അവർ കറക്റ്റ് ആയിട്ട് ആ ഒരു ഫോളോ അപ്പ് ഇല്ലാത്തത് കൊണ്ട് അതും സംഭവിക്കുക. പക്ഷെ നമ്മൾ, എന്നെ പോലുള്ള ആളുകൾ, അല്ലെങ്കിൽ നിങ്ങൾ അടക്കമുള്ള ആളുകൾ ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഇനിയിപ്പോ പേഴ്സണൽ ലൈഫിലാണെങ്കിലും എൻവിറോൺമെന്റിലാണെങ്കിലും നമ്മളുമായിട്ട് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം, ബെറ്റർ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. അയാൾക്ക് എനിക്ക് ഉപകാരമുണ്ടോ? ഏതെങ്കിലും തരത്തിൽ എന്നെ ഒരു ഇൻസൾട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അയാൾ എന്നെ കളിയാക്കുന്നത് പബ്ലിക്കായിട്ട്? അതൊരു തമാശയായിട്ട് എടുക്കാൻ പറ്റുമോ, സീരിയസ് ആയിട്ട്? ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോറി, ഞാൻ ഒരുപാട് സമയം എടുത്തു. മറ്റുള്ള ആളുകൾക്കുള്ള ആ ഒരു സമയമാണ് ഞാൻ കളഞ്ഞു കുടിച്ചിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. അല്ല, ഒരിക്കലും നിസ്സാർ സാറ് പറയുന്നതൊന്നും സമയം കളഞ്ഞു കുളിച്ചു എന്ന് പറയരുത്. അതൊക്കെ അതെ, വളരെ വാല്യുബിൾ ആയിട്ട് കേട്ടോണ്ടിരിക്കുന്നുണ്ട് നമ്മൾ. ഈ സെഷൻ ഒന്നുകൂടി ബ്യൂട്ടിഫുൾ ആക്കിയത് സാറാണ്. താങ്ക് യു സോ മച്ച്. ഹലോ, ഗുഡ് മോർണിംഗ്. എന്റെ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാൻ ലേറ്റ് ആയിട്ടാണ് കേറിയത്. ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വന്നപ്പോ നിസാർ സാറിന്റെ ആ ഒരു ഇതാ കേട്ടത്. അപ്പൊ ശരിക്കും ആ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടടക്കാൻ ശരിക്കും അറിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ആ ഒരു ഇതിലേക്ക് പോവാത്തത് കൊണ്ടായിരിക്കും സാർ പറഞ്ഞ പോലെ തന്നെ പുതിയ ഫ്രണ്ട്സിനെ കാണുമ്പോൾ ആ ഒരു ഗ്യാപ്പ് വരുന്നതും ആ ഒരു പ്രയോറിറ്റി കുറയുന്നതും ഒക്കെ അല്ലേ? തീർച്ചയായും.
അപ്പോ നമ്മള് പഴയ ഫ്രണ്ട്സിനോട് പറയേണ്ട കുറെ കാര്യങ്ങൾ ഒരു രീതിയിലായിരിക്കും. പുതിയ ഫ്രണ്ട്സ് വരുമ്പോ അവര് നമ്മള് കണക്ട് ആവുന്നത് വേറെ കാര്യം കൊണ്ടൊക്കെ ആയിരിക്കും. അപ്പൊ അത് രണ്ടുപേരും കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അതങ്ങനെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇടയിലുള്ള ഒരു ഗ്യാപ്പ് വരില്ല. അല്ലാതെ നമ്മള് ആ ഒരു മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. അവരുടെ ഇടയിൽ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായില്ലെങ്കിലാണ് ഈ പറഞ്ഞ പരാതികളും കാര്യങ്ങളൊക്കെ വരിക. താങ്ക് യു ശരി. പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഫ്രണ്ട്ഷിപ്പിന് ഇടയ്ക്കിൽ കോമൺ ആയിട്ട് എന്തെങ്കിലും ടോപ്പിക്ക് വേണം. ഇപ്പം നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയമാണെങ്കിൽ നമ്മൾ പഠിക്കുന്നതിനെ കുറിച്ചാണ് പറയാം അല്ലേ കൂടുതലായിട്ടും. അപ്പം അത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് സംസാരിക്കാൻ വിഷയമില്ല. അതല്ലെങ്കിൽ പുതിയ വിഷയം, പുതിയ കോമൺ എന്താ പറയുക, ലൈക്ലി ആയിട്ടുള്ള തിങ്സ് പുതിയത് വരണം, കോമൺ ഇൻട്രസ്റ്റ് വരണം. ഇപ്പം ഒരുപാട് കാലം നിലനിൽക്കുന്ന റിലേഷൻഷിപ്പിൽ അവർ പഠനം കഴിയുമ്പോൾ ചിലപ്പോൾ അവർ ബിസിനസ്സിനെ കുറിച്ച് സംസാരിക്കും, അല്ലെങ്കിൽ പൊളിറ്റിക്സ് സംസാരിക്കും, അല്ലെങ്കിൽ അവരുടെ ജോലികളെ കുറിച്ച് സംസാരിക്കും. അപ്പോൾ കോമൺ ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാൻ ടോപ്പിക് ഉണ്ടാവും. അല്ലെങ്കിൽ സംസാരം നിന്ന് പോവും സ്വാഭാവികമായിട്ടും. അവരവരുടെ മേഖലകളിലേക്ക് പോകും. അവിടെ എത്തുമ്പോൾ അവർക്ക് അവരുടെ ആ ഒരു സമയത്തുള്ള, നമ്മളെപ്പോഴും ഒരു പ്രസൻറ്റിലാണല്ലോ ജീവിക്കുന്നത്, ആ സമയത്ത് എന്താണ് അവരുടെ ഇൻട്രസ്റ്റ്, അതിനനുസരിച്ചുള്ള പുതിയ ഫ്രണ്ട്സിനെ കിട്ടും. അപ്പം നമുക്ക് ഒരാളുമായിട്ട് ലൈഫ് ലോങ് റിലേഷൻ വേണമെന്നുണ്ടെങ്കിൽ കോമൺ ആയിട്ടുള്ള ഇൻട്രസ്റ്റും വേണം. അതെ, എന്നാലേ കണക്ട് ആവുള്ളൂ. അപ്പൊ നമ്മൾ പറയുന്ന കാര്യം അവരോട് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് ഇങ്ങോട്ട് പോരും അല്ലേ. അപ്പൊ അതുമായി കണക്ട് ആവുന്നല്ലേ നമ്മളൊരു ഗ്രോ ചെയ്യുന്ന സമയത്ത് അതിനോട് ബന്ധപ്പെട്ട ആൾക്കാർ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാം, അല്ലെങ്കിൽ അതുമായി ഡിസ്കഷൻ വരുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ആ രീതിയിലുള്ള സംസാരം അങ്ങോട്ടേക്ക് മാറ്റും. ഇവിടെ രണ്ടുപേരും അതങ്ങനെയാണ് അതിന്റെ ഒരു രീതി എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവില്ല. ചില ആൾക്കാർക്ക് ഭയങ്കര പിണക്കായിരിക്കും, നിങ്ങൾ അങ്ങനെ അവരെ കിട്ടിയപ്പോ നമ്മളില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പരാതികളൊക്കെ കേൾക്കാറുണ്ട്. റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഉണ്ടാവില്ലേ ഓരോരോ ഇത്. അപ്പൊ അതിനനുസരിച്ച് നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് പോവാൻ കഴിയണം എന്നുള്ളതാ. പിന്നെ ഇപ്പൊ എല്ലാവരും എല്ലാ കാലത്തും നിലനിൽക്കുന്നു നമുക്ക് പറയാൻ വാശി പിടിക്കാൻ പറ്റൂല. ഉള്ള കാലത്തോളം എൻജോയ് ചെയ്യുക, അത്ര തന്നെ. എല്ലാവരും ഈസിലി റീപ്ലേസബിൾ ആണ്. നല്ല സെഷൻ ആയിരുന്നു മാം, ഞാൻ കേട്ടിട്ടില്ല, സോറി. എനിക്ക് ഇന്റിമേറ്റ് സ്ട്രേഞ്ചേഴ്സ് എന്ന് പറഞ്ഞപ്പം പെട്ടെന്ന് ഓർമ്മ വന്നേ. 12th Man എന്ന് പറയുന്ന ഒരു മൂവി കണ്ടിട്ടുണ്ട് എല്ലാവരും? മോഹൻലാലിന്റെ. കണ്ടിട്ടുണ്ട്. അതൊരു കൊറിയൻ മൂവിന്റെ റീമേക്ക് ആണ്, 2018 ഇറങ്ങിയ, 2018 17. ആ മൂവിയുടെ പേര് ഇന്റിമേറ്റ് സ്ട്രേഞ്ചേഴ്സ് എന്നാണ്. സെയിം സ്റ്റോറി തന്നെയാണ്. പഴയ ഫ്രണ്ട്സ് കുറെ കാലത്തിന് ശേഷം കണ്ടുമുട്ടുമ്പോൾ ഉണ്ടാവുന്ന കുറെ പ്രശ്നങ്ങൾ. താങ്ക് യു സർ. താങ്ക് യു. ഗുഡ് മോർണിംഗ്. ഞാനും ലേറ്റ് ആയിട്ട് കയറിയതാണ്, അതുകൊണ്ട് എനിക്ക് ഫുള്ളി മാം എടുത്ത ക്ലാസ് ഒന്നും കേട്ടിട്ടില്ല. ബട്ട് ഡിസ്കഷൻ ത്രൂ മനസ്സിലാക്കി ഇന്റിമേറ്റ് സ്ട്രേഞ്ചർ എന്താണെന്നുള്ളതും. പിന്നെ ഞാൻ ഇപ്പൊ നിസോ സർ പറഞ്ഞ ശേഷം ഞാൻ ഇങ്ങനെ എന്നെ കുറിച്ചിട്ട് തന്നെയാണ്. അപ്പൊ അതാണ് എനിക്ക് കൂടുതൽ ഫീൽ ആയത്. ദാറ്റ് ഈസ് ഞാൻ എത്ര ആൾക്കാരുടെ ഇന്റിമേറ്റ് സ്ട്രേഞ്ചർ ആയി മാറിയിട്ടുണ്ട് എന്നുള്ളത്. ബിക്കോസ് ഞാൻ കർണാടകയിലാണ് വളർന്നത്. എന്റെ ഫുൾ LLB പഠിക്കുന്നവർ അവിടെ ആയിരുന്നു. ഞാനൊരു ഇന്ററാക്ട് ചെയ്യുന്ന ഒരാളാണ്, എല്ലാവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാളാണ് പറ്റുന്ന രീതിയിൽ. പിന്നെ അന്നത്തെ കാലം ആയതുകൊണ്ട് കുറച്ചുകൂടെ ഒരു ഐ മേ ബി റോങ്, ദാറ്റ് ഈസ് നമ്മൾ ഇന്നത്തെ കാലത്തെ ക്രിക്കറ്റ്നെസ് അത്രയ്ക്ക് അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ട്. ഐ മേ ബി റോങ്, സോറി ഇഫ് ഐ എം റോങ്. ദാറ്റ് ഈസ് അന്ന് കുറച്ച് ഇന്നോസൻസ് കൂടുതലും നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ആയാലും ശരി, റിലേഷൻഷിപ്പ് ആയാലും ശരി, ഫാമിലി ആയാലും ശരി, അങ്ങനത്തെ ഒരു കാലത്തായിരുന്നു ഞാൻ വളർന്നു വന്നത്. അതുകൊണ്ട് ഞാൻ നല്ല ബോണ്ടിങ് ഉണ്ടാക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ എന്റെ അച്ഛൻ ഇവിടെ കേരളത്തിലേക്ക് വന്ന ശേഷം ടോട്ടലി ഇപ്പൊ സർ പറയുമ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത്, മാം ഈ ക്ലാസ് എടുത്ത ശേഷം അതിന്റെ കോർ മീനിങ് ഇതാണെന്നുള്ളത് മനസ്സിലാക്കിയപ്പോ ടോട്ടലി കട്ട് ഓഫ് ആവാൻ കാരണങ്ങളും ഉണ്ടായിരുന്നു. സോ ഞാൻ എത്ര ആൾക്കാരുടെ ഇന്റിമേറ്റ് സ്ട്രേഞ്ചർ ആണെന്നുള്ളത് ജസ്റ്റ് അനലൈസ് ചെയ്തു. പിന്നെ ഒരു കാര്യം, ഞാൻ റൈറ്റ് ആയിട്ട് ഇത് അനലൈസ് ചെയ്തു അറിയില്ല. ദാറ്റ് ഈസ് ഇപ്പൊ ഈ അടുത്ത് എന്റെ മോളുടെ കല്യാണം കഴിഞ്ഞു. വളരെ ക്ലോസ് ആയ ആൾക്കാരെ പോലും
പല കാരണങ്ങൾ കൊണ്ട് ഞാൻ പർപ്പസ്ലിയും വിളിച്ചില്ല. പിന്നെ ചില ആൾക്കാരനെ ബിക്കോസ് നമ്മളുടെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. സോ അവിടെ ഈ ഓട്ടോമാറ്റിക്കലി ഞാൻ ഇന്റിമേറ്റ് സ്ട്രേഞ്ചർ ആയിട്ടുണ്ടാവും എന്നുള്ള ഫീലിംഗ് എനിക്ക് വന്നിട്ടുണ്ട് ഇവിടെ. എനിവേ താങ്ക് യു ഫോർ ദിസ് ടോപ്പിക് ആൻഡ് ദിസ് സെഷൻ. ആൻഡ് ഈ ഡിസ്കഷൻ വാസ് വെരി വെരി lively and informative. Thank you all. Thank you, ma'am. Thank you so much. മാമിന്റെ നമ്പർ എന്തായിരുന്നു? എന്റെയാണോ? ഷമീന മാം. ഞാൻ മോർണിംഗ് സർക്കിളിൽ ഉണ്ട്. ഞാൻ സെൻഡ് ചെയ്യാം കേട്ടോ. ഓക്കെ. ഓക്കെ. നല്ല സെഷനായിരുന്നു. ഓക്കെ, താങ്ക് യു. നമ്മളെ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നത് ഒരു നല്ലൊരു അതൊരു നല്ലൊരു കഴിവ് തന്നെയാണ്. പലർക്കും പല സ്ഥലത്തും വെച്ചിട്ട് പല ആളുകളെ മീറ്റ് ചെയ്യലുണ്ട്. പക്ഷെ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നത് നല്ലൊരു ടാസ്കുമാണ്, നല്ലൊരു സ്കില്ലും അതിന് വേണം എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിൽ നമുക്ക് എല്ലാവർക്കും നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും അത് നല്ല രീതിയിൽ നമ്മുടെ ഒരു നല്ലൊരു എനർജിക്കും നമ്മുടെ മുമ്പോട്ട് ഉള്ള ജീവിതത്തിനും ഒക്കെ നല്ലതാണ് ഈ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. മുമ്പ് ആരോ ക്ലാസ് എടുത്തപ്പോ ഇങ്ങനെ പറഞ്ഞിരുന്നു, ആരുടെ എടുത്തപ്പോ എനിക്ക് ഓർമ്മയില്ല. ഒരു ദിവസം ഒരു ആളെങ്കിലും നമ്മൾ ഒരു മെസ്സേജ് അയക്കുക, അങ്ങനെ ഒരു ക്ലാസ് എടുത്തിരുന്നില്ല. എനിക്ക് തോന്നുന്നത് ആരായിരുന്നു, ഓർമ്മയില്ല. ഒരു ടാസ്ക് പോലെ പറഞ്ഞത് ഒരാൾക്കെങ്കിലും കോൾ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും റിലേഷൻഷിപ്പ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ജാഹിർ സാറാണോ? താഹിർ സാറല്ല തോന്നുന്നുണ്ട്. ആരാന്ന് ഞാൻ ഓർക്കുന്നില്ല, പക്ഷെ ഉണ്ടായിരുന്നു അന്ന്. അത് ഞാൻ ട്രൈ ടു ഡു ദാറ്റ് ടു. കാരണം എല്ലാ ദിവസവും ആരെങ്കിലും ഒരാളെങ്കിലും, അന്നൊന്നല്ല പറഞ്ഞ 3 പേരെങ്കിലും വിളിക്കുക എന്നുള്ളത് പറഞ്ഞായിരുന്നു. മൂന്ന് പേരെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ 3 പേരല്ല, ഞാൻ ട്രൈ ടു കോൾ അറ്റ്ലീസ്റ്റ് 1 പേഴ്സൺ. അത് എല്ലാ ദിവസവും അല്ലെങ്കിലും ആഴ്ചയിൽ 2-3 ദിവസമെങ്കിലും ഓരോരുത്തരെ വിളിക്കാൻ ശ്രമിക്കും. പക്ഷെ അങ്ങനെ ക്ലാസ് ആരാ പറഞ്ഞത്? ഐ തോട്ട് ദാറ്റ് സജ്ന മാം എടുത്തതെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഐ ഡോണ്ട് നോ ആരാ ഇല്ല, ഞാനൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പൊ ഞാനൊക്കെ തന്നെ ആയാലും ഇപ്പൊ എന്റെ ഫാമിലിയിലുള്ളവരെയൊക്കെ അപ്പോഴെനിക്കിങ്ങനെ ഒന്ന് തോന്നിയതോ എല്ലാ ദിവസവും ഓരോരുത്തരെ വെച്ചിട്ടെങ്കിലും മെസ്സേജ് ചെയ്യണം, അങ്ങനെയൊക്കെ തോന്നി. ഇപ്പൊ നമ്മുടെ വല്യമ്മമാര് കുഞ്ഞമ്മമാരൊക്കെ ഉണ്ടാവില്ല, നമ്മൾ തിരക്കിന്റെ ഇടയിലൊക്കെ ചിലപ്പോ അങ്ങനെ മറക്കും അവരെയൊക്കെ മെസ്സേജ് ചെയ്യാനോ വിളിക്കാനൊക്കെ. അങ്ങനെ അന്ന് സജ്ന മാം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന് എല്ലാവരെയും ഇനി മുതല് ഇതുപോലെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ. ശരിയാണ്, ഏതോ ഒരു ക്ലാസ്സിലായിരുന്നു ഇത്. പിന്നെ എനിക്കൊരു ഡൗട്ട് ഉണ്ട് ഇപ്പോ. ഞാൻ സോറി ഇന്ററപ്റ്റ് ചെയ്തു. ഞാനൊരു ഡൗട്ട്, ദാറ്റ് ഈസ് ഇപ്പൊ നമ്മൾ ഒരു റിലേഷൻഷിപ്പിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു ഇതില് നമുക്ക് റിയലൈസ് ചെയ്തു ഇയാള് നമ്മളായിട്ട് ഒരു ഹി ഓർ ഷീ ഈസ് നോട്ട് ഒരു ഡെഫിനേഷൻ ഓഫ് ഇന്റിമേറ്റ് സ്ട്രേഞ്ചറുടെ കാറ്റഗറിയിൽ പെടുന്നുണ്ട് എന്നുള്ളത്. ആ ഒരു സിറ്റുവേഷൻ നമ്മൾ എങ്ങനെയാണ് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ടോട്ടലി ആ റിലേഷൻഷിപ്പിനെ വേണ്ടാന്ന് വെക്കണോ, അല്ലാതെ എങ്ങനെയാണ് കണ്ടിന്യൂ ചെയ്യേണ്ടത്? ഇവിടെ എനിക്ക് തോന്നുന്നതേ, നമ്മള് സംസാരിച്ചില്ലെങ്കിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോ അവർക്ക് ആ ഒരു രീതിയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്നതിൽ അർത്ഥം ഉണ്ടോന്ന് അറിയില്ല. നമ്മൾ ജസ്റ്റ് കോണ്ടാക്ട് ചെയ്തിട്ടും നമ്മളെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ട് അവിടെ നിന്ന് ഇല്ലാന്നുണ്ടെങ്കിൽ അതിനെ ആ രീതിക്ക് വിടുക. റിലേഷൻഷിപ്പ് അങ്ങോട്ട് കട്ട് ഓഫ് ചെയ്യാണോ മാം? ഓഫ് ചെയ്യാന്നല്ല, നമ്മൾക്കൊരു ഹൈ ബൈ ബന്ധം ഉണ്ടാവും. നമ്മളുടെ ഉള്ളിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മൾ സൂക്ഷിക്കുക. പക്ഷെ നമ്മൾ എന്നിട്ടും അവർക്കത് ഇൻട്രസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മള് പോയി വിളിച്ചോണ്ട് വരേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നാറില്ല. അത് അവർക്ക് അങ്ങനെ ഉണ്ടാവൂല ചിലപ്പോ. ഇത് നമുക്ക് ഇതിന്റെ കൂടെ ചെറിയൊരു റിയലൈസേഷൻ കൂടി അവിടെ ചെയ്യേണ്ടി വരും. ഇതൊരു ഓവർ തിങ്ക് ആണ് അല്ലെങ്കിൽ തിങ്കിങ് ആണ്, ഇതെന്റെ ഫാൾട്ട് ആണ് എന്നുള്ളത് നമ്മൾ സ്വയം ഒന്ന് റിയലൈസ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഒരു ബൗണ്ടറീസിലേക്ക് പോകേണ്ടത്. ഒന്ന് ഇത് ചെയ്യുന്നതിന് മുമ്പ്
നിങ്ങൾക്ക് എന്ത് കൺട്രോൾ ഉണ്ട് എന്ന് തിരിച്ചറിയണം. അതായത് ഇയാളുമായിട്ട് എത്രത്തോളം ബൗണ്ടറീസ് നിങ്ങൾ കീപ്പ് ചെയ്യുന്നുണ്ട്, അതേപോലെ അയാളിൽ നിന്നും എന്ത് എക്സ്പെക്ടേഷൻ ആണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ സ്കില്ല് നിങ്ങൾക്ക് കിട്ടുന്ന എക്സ്പെക്ടേഷൻ എന്താണ്, ഇത് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് രീതിയിൽ കിട്ടും. അതേപോലെ ഇമോഷണൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന സാധനമുണ്ട്. അയാളുമായിട്ട് നമ്മളിപ്പോ NPD കേസ് ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറഞ്ഞൊരു വേർഡ് ഇല്ല. അപ്പൊ അറിയുന്നത് പോലെ നമുക്കൊരു പേഴ്സണൽ ലൈഫില് റിലേഷൻഷിപ്പില് ഇമോഷൻ ഇൻവെസ്റ്റ്മെന്റ്, അയാൾക്ക് എന്റെ ഇമോഷൻസ് അയാൾക്ക് എത്രത്തോളം ഞാൻ കൊടുത്തിട്ടുണ്ട്, അത് ഇയാളെ താൽക്കാലികമായിട്ട് ഒഴിവാക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ പോവാൻ പറഞ്ഞു, ഓക്കെ, പക്ഷെ അതിന് ശേഷം ഞാനെങ്ങാനും ഈ ഇമോഷനിൽ പെട്ടു പോവോ, അല്ലെങ്കിൽ എനിക്ക് അതുമൂലം എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാവോ എന്നുള്ള ആ ഒരു റിയലൈസേഷൻ നമ്മൾ ഉണ്ടാക്കിയതിനു ശേഷം മാത്രമേ നമുക്ക് ഒരു ഡിസിഷനിലേക്ക് പോകാൻ പറ്റൂ. അപ്പൊ ആദ്യം എന്ത് ചെയ്ത് നോക്കുക, തൽക്കാലം ഒന്ന് ഡിസ്റ്റൻസ് ചെയ്ത് നോക്കുക, അയാളുമായിട്ട് ഓവറായിട്ട് കോൺഫിഡൻസ് ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതിരിക്കുക, എന്ത് പറഞ്ഞാലും പെട്ടെന്ന് ചെയ്യാതിരിക്കുക, ഒരു ഇമോഷണൽ പ്രസന്റ് എപ്പോഴും കൊടുക്കാതിരിക്കുക, നമ്മുടെ എനർജി നമ്മൾ തന്നെ സേവ് ചെയ്ത് പോവുക. ഇതിലൂടെ പതിയെ പതിയെ എന്ത് ചെയ്യാം, അയാളുമായിട്ട് ചെറിയൊരു അകൽച്ച ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ ഇമോഷൻസ് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അയാൾക്കും ഏകദേശം അക്സെപ്റ്റബിൾ ആണ് ഈ ഒരു സിറ്റുവേഷൻ. ആ ഒരു ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അതല്ല നമ്മൾ സഡൻലി ഒരു ഡിസിഷനിലേക്ക് പോവാണ് അയാൾ എനിക്ക് വേണ്ട എന്നുള്ളത്, പക്ഷെ ഈ തീരുമാനത്തിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങൾ പിന്നീട് നമുക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, താങ്ക് യു സർ. അതുപോലെ തന്നെ നമ്മളൊരു ശക്തമായിട്ടുള്ള ഒരു ബന്ധം നിലനിൽക്കണമെങ്കിൽ നിരന്തരമായിട്ടുള്ള ഒരു പരിചരണം വേണം. അതുപോലെ നല്ലൊരു കമ്മ്യൂണിക്കേഷനും അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മളൊരു തുടക്കത്തിലൊക്കെ ആണെങ്കിൽ എപ്പോഴും ആ വ്യക്തിയായിട്ട് നമ്മൾ സമയം ചെലവഴിക്കും, ശ്രദ്ധ കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അത് കാലക്രമേണ അതിന്റെ ഒരു പ്രാധാന്യം നമ്മൾ കുറഞ്ഞു വരും. സോ നമ്മൾ ബന്ധത്തിൽ രണ്ടുപേരും ഒരുപോലെ പരിചരണം കൊടുക്കുമ്പോഴാണ് ആ ബന്ധം നല്ലൊരു സ്ട്രോങ് ആയിട്ട് മാറുക. ബന്ധങ്ങളിൽ നമ്മൾ എപ്പോഴും അവൈലബിൾ ആയിരിക്കുക എന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ മ്യൂച്വൽ ബെനിഫിറ്റ്സ് ഉള്ള റിലേഷൻസ് ആണ് കൂടുതൽ കാലം നിലനിൽക്കുക. അതിൽ ഒരാൾക്ക് എപ്പോഴും ഗുണങ്ങൾ കിട്ടുന്നു, മറ്റേ എപ്പോഴും എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്നതാണെങ്കിൽ കുറെ കാലം കഴിയുമ്പോൾ ഗുണം കിട്ടുന്ന ആൾക്ക് ഗുണം കിട്ടാതാവുമ്പോൾ അയാളെ നിർത്തി അങ്ങ് പോവും, മറ്റേ അവിടെ ഇപ്പോഴും ആ ഒരു സ്ഥലത്ത് സ്റ്റക്കായി നിൽക്കുകയും ചെയ്യും. അപ്പൊ നമ്മൾ നേരത്തെ നിസാവ് സാർ പറഞ്ഞ പോലെ എന്ത് തരം റിലേഷൻ ആണെങ്കിലും ബൗണ്ടറി ആദ്യമേ സെറ്റ് ചെയ്യുക, അതിന് പക്ഷെ പഠിക്കണം. അതില് റോബ് സാറ് പറഞ്ഞത് അതില് ഹോപ്പ് ട്രാപ്പ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ സൈക്കോളജിയിൽ, അതില് പെട്ടു പോവോ? ഈ ഒരു ബെനിഫിറ്റിനെ മാത്രം പ്രതീക്ഷിച്ച് രണ്ടുപേരും അതൊരു മ്യൂച്വൽ ബെനിഫിറ്റ് ഉണ്ട്, പക്ഷെങ്കില് ഒരു അല്ലാതെ എന്ത് സമയത്ത് തരം ബെനിഫിറ്റും ആവേ, മറ്റേ ഒരു ഫിനാൻഷ്യൽ ബെനിഫിറ്റ് മാത്രമാവണമെന്നില്ല. അല്ല, ഞാൻ ഉദ്ദേശിച്ചെല്ലാം പിന്നെ അങ്ങനെ സാറ് പറഞ്ഞാൽ മനസ്സിലായി. പക്ഷെങ്കില് ചില സമയത്ത് ഈ വിചാരിച്ച പോലെ ഹോപ്പ് ആ ഒരു പാർട്ട്ണർ ഓപ്പോസിറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ഇയാളൊരു ട്രാപ്പ് പെട്ടു പോവോ എന്ന് പറയാറുണ്ട് അതെ, സാധാരണ. അതാണ് ഞാൻ പറയുന്നത്. അതാണ് പറഞ്ഞത്, ഒരാൾക്ക് ബെനിഫിറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നു, മറ്റേ ആൾക്ക് ഒന്നും കിട്ടുന്നില്ല, അല്ലെങ്കിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം അതിലൊരാൾക്ക് കിട്ടാതെ ആകുമ്പോൾ അയാളെ നിർത്തിപ്പോവും, മറ്റേ ആൾ അവിടെ പെടുകയും ചെയ്യും. അതല്ലേ സാർ പറഞ്ഞേ? അതെ. അതെ. അപ്പം നമ്മൾ അത്തരം നേരത്തെ സാർ പറഞ്ഞ പോലെ തന്നെ റിലേഷൻസ് ചൂസ് ചെയ്യുമ്പം കുറച്ചും കൂടെ വയസ്സാവുക, നമ്മൾ ആ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക, എത്രത്തോളം നമ്മൾ അതിൽ ഇൻവോൾവ് ആവണമെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കുക. അത് പക്ഷെ അതൊക്കെ പറയാൻ എളുപ്പമാണ് തിയററ്റിക്കലി. അതെ, ഇവിടെ പ്രാക്ടിക്കലി ബെനിഫിറ്റ് ബെനിഫിറ്റ് ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ചില സമയത്ത് നമ്മളും മനുഷ്യരാണ്. കുറച്ച് പരിഗണനയൊക്കെ കിട്ടി നമ്മൾ അതിലൊരു ആശ്വാസമൊക്കെ കണ്ടെത്തുമ്പോ അവര് പിന്നീട് മെസ്സേജ് ഒന്നും കാണുന്നുണ്ട്, റിപ്ലൈ തരുന്നില്ല, വിളിച്ചാൽ എടുക്കൂല, അങ്ങനെ വരുമ്പോ ഇതെന്താ ഇങ്ങനെ, ഞാനിങ്ങനെയാണ് എന്ന് പറയുമ്പോ നമുക്ക് അയ്യോ, ഈ സാറ് പറഞ്ഞ പോലെ ഒരു ഹോപ്പ് ട്രാപ്പ് എന്ന ഇതിലേക്ക് പെട്ടാല് പിന്നെ അവിടുന്ന് ഇറങ്ങി പോരാൻ ഇത്തിരി പാടാണ് നമുക്ക്. അങ്ങനെ ഒരു സംഭവം അതിനകത്തുനിന്ന് നമ്മൾ പിന്നെ പുറത്തേക്ക് വരാൻ കുറച്ചൊരു ശ്രമം വേണ്ടി വരും. നിസാർ സാറ് പറഞ്ഞതും ഏകദേശം അത് തന്നെയായിട്ടാ എനിക്ക് തോന്നുന്നത്. ഹലോ, സാർ പോയെന്ന് തോന്നുന്നു. അത് ശരി.
ഓക്കെ. ഞാൻ ഉദ്ദേശിച്ചത് എല്ലാം ബെനിഫിറ്റ് ഇല്ല എന്നോ ഇല്ല പോയിട്ടില്ല. ഞാൻ ഇവിടെ ഉണ്ട്, ഡ്യൂട്ടിയിലാണ്. വേറെ ചെറിയൊരു ഓക്കെ. ഇതില്ല. അപ്പൊ ഈ ഹോപ്പ് ട്രാപ്പിൽ പെട്ടാ സാധാരണ എന്താ സംഭവിക്കുക? നമുക്ക് ഇപ്പൊ കിട്ടുന്ന ആ ഒരു മൊമെന്റുകൾ അത് വലിയ മൊമെന്റുകളായി കിട്ടുന്നേ ഉള്ളൂ. പണി ഡബിളായി കിട്ടുന്നേ ഉള്ളൂ. നമ്മൾ അതിനെ പറ്റിയിട്ട് അവിടെ റിയാലിറ്റി ഉണ്ടാവൂല. പൊട്ടൻഷ്യലിനെ മാത്രം നമ്മൾ സ്നേഹിക്കും. അയാൾക്ക് എന്ത് ക്വാളിറ്റി ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഡയറക്റ്റ് ആയിട്ട് ഫിസിക്കലി കിട്ടുന്നത്, അതിനെ മാത്രം ഉണ്ടാവും. ഒരു റിയാലിറ്റിയിലേക്ക് അതിനെപ്പോഴും അയാളുടെ ഉള്ളിലേക്കുള്ള ആ ഇമോഷൻസ് എന്താണ്, അയാളൊരു ബിഹേവിയറിനെ നമ്മൾ ഒരിക്കലും പരിഗണിക്കൂല. അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അതിലേക്ക് പോവുകയാണ്. പിന്നെ അതിന്റെ കൂടെ തന്നെ നമുക്ക് അത്യാവശ്യം സ്വയം സെൽഫ് ബ്ലെയിമും കൂടി അങ്ങോട്ട് കയറി വീഴും. ഞാൻ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോയാൽ മതി, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ കാമായാൽ മതി, അല്ലെങ്കിൽ ഞാൻ അയാളോട് ഇത്ര ഒരു ബൗണ്ടറി കീപ്പ് ചെയ്താൽ മതി എന്നൊരു സാധനത്തിലേക്കാണ് പിന്നീട് വരിക ഈ ഒരു ഹോപ്പ് ട്രാപ്പ് പെട്ട് കഴിഞ്ഞാൽ. അത് ചിലപ്പോ ഒരു 6 മാസം ആയിരിക്കാം, ചിലപ്പോ ഒരു കൊല്ലം ആയിരിക്കാം, അങ്ങനെ ചിലപ്പോ കുറെ ജീവിതകാലം അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. പക്ഷെ ഈ ഒരു നിന്നും ഒരു രക്ഷപ്പെടുക എന്ന് പറയുന്നത് ഒരു സെൽഫ് റെസ്പെക്ട് ബുദ്ധിമുട്ടാണ്. സ്വന്തമായിട്ട് സ്വയം കണ്ടെത്തി കഴിഞ്ഞ് അതിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ചാടണം. അതെ അപ്പൊ അത് ഓക്കെ. അത് അതുപോലെ മറ്റേ ആളെ ഇപ്പോ നമുക്കൊരു എന്താ പറയാ ഇത് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയും വരും അല്ലേ നമുക്ക്. അയാളിപ്പോ മെസ്സേജിന് റിപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ ആള് തിരക്കായിരിക്കുന്നു, സ്വയം സമാധാനിക്കുക, എന്നിട്ട് വീണ്ടും മെസ്സേജ് അതെ അയക്കുക. അങ്ങനെ നമ്മൾ അയാളെ തന്നെ ഇങ്ങനെ അയാളുടെ ഭാഗം മുഴുവൻ ശരിയാണ് എന്നിങ്ങനെ സ്വയം വിശ്വസിപ്പിക്കുക അല്ലേ. അതല്ലാതെ അയാൾക്ക് ആവശ്യമില്ലായിട്ടല്ല റിപ്ലൈ ചെയ്യാത്തതെന്ന് ഒരിക്കലും. അവിടെ നമ്മൾ ഈ സാധാരണ ഒരു ഗ്രീഫ് തെറാപ്പിയിൽ ഒരു വേർഡ് ഉണ്ട്. അതായത് നമ്മൾ കണ്ട ഹോപ്പിനെ ഗ്രീഫാക്കാൻ ശ്രമിക്കുക എന്നുള്ള, അനുവദിച്ചു കൊടുക്കുക. ഞാൻ അയാളെ അല്ല പ്രണയിക്കുന്നത്, അയാളെ സ്വപ്നത്തെ അയാളുടെ കാര്യം എന്റെ സ്വപ്നത്തിൽ ഞാൻ എന്താണോ കണ്ടിട്ടത് ആ സ്വപ്ന ലോകത്ത് ഞാൻ ആ കണക്ഷനുമായിട്ട് പോവുക എന്നുള്ളത്. അപ്പോ ഒരു ഗ്രീഫ് തെറാപ്പിയിൽ ഏറ്റവും വലിയ ഒരു ഇതാണ് ഹോപ്പ് ട്രാപ്പ് എന്നുള്ളത്. അപ്പൊ ഏതെങ്കിലും ബന്ധത്തിൽ പ്രശ്നങ്ങളിലോ അല്ലെങ്കിൽ പെട്ടെന്ന് ആരെങ്കിലും മരിച്ചൊക്കെ പോയി കഴിഞ്ഞാൽ അതിന്റെ സങ്കടങ്ങൾ അവർക്ക് ഒരുപാട് കാലം ഉണ്ടാവും. അപ്പോ നല്ല റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന ഒരു ഫാമിലി ആണെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയി, അല്ലെങ്കിൽ അവർക്ക് എന്തോ സംഭവിച്ച ഒരു ആക്സിഡന്റ് ആള് പെട്ടെന്ന് മരിച്ചു പോയാല്, പക്ഷെ അവരെ സ്നേഹം ചിലപ്പോ നമ്മൾ തന്നെ പറയും ഇങ്ങനെ നല്ലൊരു ഫാമിലിനെ ഒരു കപ്പിൾസിനെ നമ്മൾ എവിടെയും കണ്ടിട്ടില്ല. പക്ഷെ ഇങ്ങനെ ഒരാള് നമ്മുടെ മുമ്പ് അങ്ങനെയാണ് ആ ഓപ്പ് ട്രാപ്പിൽ നിന്ന് പുറത്ത് ചാടിക്കുക. അവര് മുമ്പ് കഴിഞ്ഞിട്ടുള്ള നല്ല നല്ല ഒരുമിച്ചുള്ള ഒരു സ്വപ്നങ്ങളും അവരൊരുമിച്ചുണ്ട കണ്ട വഴികളും അവരൊരുമിച്ചിരുന്ന നിമിഷങ്ങളൊക്കെ ഓരോന്ന് ഓർത്തെടുത്ത് ആ ഉള്ളിൽ നിന്ന് ഇന്നർ ഹീൽ ചെയ്ത് അത് പുറത്തേക്ക് കൊണ്ടുവരിക. ആ പുറത്തേക്ക് വരുന്ന സമയത്ത് കുറഞ്ഞ കാലം അവരോട് പറയും ഈ ലോകത്ത് നിങ്ങൾ ജീവിക്കാൻ ശ്രമിക്കുക എന്നുള്ളത്. അപ്പൊ അതേപോലെയാണ് നമുക്കും ഈ ഒരു ഇപ്പൊ ജീവനോടുള്ള ആളുകൾ നമ്മൾ ഈ ഒരു പാറ്റേണിൽ കുറെയൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊക്കെങ്കിലും ഒരു സമാധാനം കിട്ടും. ഓക്കെ. താങ്ക് യു. നല്ലൊരു സെഷൻ ആയിരുന്നു ഏതായാലും ഇന്നൊരു ടോപ്പിക്. താങ്ക് തീർച്ചയായിട്ടും യു. നല്ലൊരു ടോപ്പിക്കും നല്ലൊരു സെഷനും കുറെ നമുക്ക് തന്നെ ചിന്തിക്കാനുള്ള അവസരങ്ങളും കൂടിയായിരുന്നു. താങ്ക് യു മാം. പിന്നെ അതുപോലെ ഇത്തരം തന്നെ റിയലൈസേഷൻ ഒക്കെ വരുമ്പോഴേക്കും ഏജ് ഒരു അങ്ങ് എത്തി എന്നുള്ളതാണ്. ഒരു 10-20 വയസ്സിലൊക്കെ പഠിക്കേണ്ട കാര്യങ്ങൾ അവിടെ എങ്ങനെ വിചാരിച്ചാൽ മതി, ഏജ് ഒരു ഡിജിറ്റ് മാത്രമാണ്. അതെ അതെ. ഇപ്പൊ പുതിയ നിയമങ്ങളൊക്കെ കേട്ടില്ലേ, നമ്മളൊക്കെ കൗമാരത്തിലാണ്, സാറൊക്കെ ഞാനതാ കൗമാരത്തിലാണ് എത്തിയിട്ടുള്ളത്. പറയാൻ വന്നേ. 40s ആണ് ഏജ് പുതിയ. അതെ അതെ. അപ്പൊ ഏജ് സാറിന് ഒന്നും എത്രയായി? 60s ആണെന്ന് തോന്നുന്നുണ്ട് കൗമാരം. അതെ, ശരിക്കും നമുക്കൊക്കെ റിലേഷൻഷിപ്പ് പ്രണയം തുടങ്ങുന്ന എത്രാമത്തെ വയസ്സിലാ സാറ് പറ, റൌഫ് സാർ പറയാ, ഒരു പ്രണയം തുടങ്ങുന്ന എത്രാമത്തെ വയസ്സിലാ? വൈഫിനോട് ചോദിച്ചോട്ടെ ഓക്കെ ആണോന്ന്. അല്ല, അപ്പൊ അതിനൊരു വയസ്സൊന്നുമില്ല. സത്യം, അല്ലല്ല, അതിനൊരു വയസ്സൊന്നുമില്ല. ശരിക്കും ഞാൻ പറയാം, ഇപ്പൊ ഇതിലുള്ള എല്ലാരും കല്യാണം കഴിഞ്ഞവരാണ് വിചാരിക്കുന്നത്, ഇല്ലാത്തൊരു കുഴപ്പമൊന്നുമില്ല. ശരിക്കുള്ള റിലേഷൻഷിപ്പില് നമ്മുടെ സ്നേഹം തുടങ്ങുന്നത് ചിലപ്പോ അറേഞ്ച്ഡ് ആയിക്കോട്ടെ, പ്രണയം അതൊക്കെ. പക്ഷെ അറേഞ്ച്ഡ് അല്ലാത്ത ആളുകളോടാണ് ചോദിക്കുന്നത്, അല്ല അറേഞ്ച്ഡ് ആയിട്ട് കല്യാണം കഴിഞ്ഞു. ശരിക്കും ഒരു പ്രണയം തുടങ്ങുന്നത് 40 വയസ്സിന് ശേഷമാണ്. ഒരു പുരുഷന് 40 ആവുമ്പോഴും ഒരു ലേഡിക്ക് അതെന്റെ വൈഫിന് 40 ആവുമ്പോഴും അവരുടെ ആ റിലേഷൻഷിപ്പിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾ അവിടെയാ തുടങ്ങുക. എന്തുകൊണ്ടാന്ന് വെച്ചാല് അവര് ചിലപ്പോ കുട്ടികളായി കുറച്ച് സ്ട്രെസ് ലെവലൊക്കെ ഏകദേശം കഴിഞ്ഞു. പക്ഷെ ഇവിടെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഹോർമോണിന്റെയും ബ്രെയിനിന്റെയും ഒരു പ്രവർത്തനം നടക്കുന്നത്. സ്വയമായിട്ട് രണ്ടാടെ മനസ്സിലും കുറച്ച് ഇതുവരെ കുറച്ച് കാലത്ത് അകൽച്ച ഒന്ന് പരസ്പരം ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പൊ രണ്ടുപേരും, എനിക്ക് തോന്നുന്നു മുമ്പ് ഒരു ബിജു മേനോന്റെ ഒരു ഫിലിം നിങ്ങൾ കണ്ടിട്ട് പേര് ഓർമ്മയില്ല, അതിൽ ശരിക്കും അതിൽ പറയുന്നത്. പിന്നെ ഒരു മോഹൻലാലിന്റെ മുന്തിരി വള്ളികൾ എന്ന് പറഞ്ഞൊരു ഫിലിമുണ്ട്.
അതിൽ ആ ഒരു കറക്റ്റ് ആയിട്ട് അത് സൈക്കോളജിക്കൽ മൂവിയാണ്. ഇതേപോലെ നമുക്കും, നിങ്ങൾക്ക് ഇതുവരെ പ്രണയം വരാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമയം ഏജ് ആയിട്ടില്ല. വന്നവർക്കാണെങ്കിൽ വളരെ രീതിയിൽ ആസ്വദിച്ചോളൂ എന്നാണ് പറയാനുള്ളത്. അതെ, പക്ഷെ അത് സ്വന്തം ഭാര്യ പ്രണയം ആയിരിക്കണമെന്ന് മാത്രം. പാടില്ല. പ്രണയം എന്ന് പറയുന്നത് ഭാര്യയോ ഭർത്താവോ കല്യാണം കഴിഞ്ഞവരോ അല്ലെങ്കിൽ ഭാര്യ ഉള്ളവരോ ഭർത്താവ് ഉള്ളവരോ ഞാൻ ഒന്നുമില്ല. വിവാഹ ജീവിതത്തെ കുറിച്ചാ പറഞ്ഞത്, അല്ലാണ്ട് കല്യാണം വേറൊരു പെണ്ണിനെ പോയിട്ട് പ്രണയിക്കാനോ അതെ. വേറൊരു പുരുഷന്റെ പിന്നാലെ പോവാനോ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മള് ഇനിയിപ്പോ വിഷയത്തിൽ നിന്ന് നാളെ തെന്നി മാറുന്നുണ്ടോന്നൊരു സംശയം. ഇവിടെ ഇപ്പോ സാറപ്പൊ ബാച്ചിലേഴ്സിന്റെ കാര്യത്തില് ഇടപെട്. ഞങ്ങള് ബാച്ചിലേഴ്സ് ഇവിടെ ഉണ്ടല്ലോ. തൽക്കാലം ഞാൻ ഇടയ്ക്കൊക്കെ ഒരു മെസ്സേജ്, നിങ്ങൾക്കൊരു മെസ്സേജ് സാറിന്റെ മോളെ അയക്കാറില്ലേ, ആ കല്യാണത്തിന് ഞങ്ങളെ വഴിക്ക് വിളിച്ചാൽ മതി. പോയിക്കോന്നുള്ള. ഏതായാലും അതല്ലെന്നേ, ഇതിപ്പോ 60 കഴിഞ്ഞാലും 70 കഴിഞ്ഞാലും പ്രണയം ഒരു വികാരമാണ്. അത് അത് മനസ്സിലുണ്ടാവും. അത് നമ്മൾ പ്രായ 20കളിലൊന്നൊന്നുമില്ല, 60കളിലും 70കളിലും ഒക്കെ മനസ്സിൽ വരുന്ന ഒരു ഫീലിംഗ്, ഇമോഷൻ ആണത്. അത് ആ രീതിയിൽ കണ്ടാ മതി, നല്ലതാണെന്ന് വിചാരിച്ചാ മതി. അത്ര കണ്ടാ മതി. അല്ലാതെ മറ്റേ ഒരു അവിഹിതത്തിലേക്കൊന്നും ആരും പോവണ്ട. അതാണ് സർ എനിക്ക് പറയണേ. എക്സ്ട്രാ മാരിറ്റലിലേക്ക് പോവാതിരുന്നിട്ട് എല്ലാവർക്കും നമ്മള് വാട്ട് സേ ഇഷ്ടപ്പെട്ടിട്ട് കീപ് ഇറ്റ് വിത്തിൻ അവർ സെൽസ്, അതായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ ഇഷ്ടംപോലെ ഇപ്പോ ഈ വേറൊരു ഇഷ്യൂ ഉണ്ട് സർ, നമ്മളുടെ കോടതിയിലൊക്കെ കാണുന്നത്. ഈ ഓൾഡ് സ്റ്റുഡൻസ് ഇപ്പൊ ഓഫ് ലേറ്റ് ആയിട്ട് സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളത് കൊണ്ട് അവര് എന്താ പറയാ റീയൂണിയൻ ഒക്കെ ഉണ്ട് സർ. അതൊരു വലിയ ഇഷ്യൂ ആയിട്ട് വരുന്നുണ്ട് ഇപ്പൊ. അതിലൊക്കെ ഒരുപാട് കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. സർ പറഞ്ഞപ്പോ എനിക്കത് റീകളക്ട് ചെയ്തു. എന്താ പറഞ്ഞാൽ സ്കൂൾ ടൈമിൽ അത് നാച്ചുറൽ ആണല്ലോ സർ പറഞ്ഞത്. നമുക്കൊരു ഇഷ്ടപ്പെടുന്നത് ഏത് ഏജിലാണെന്ന് പറയാൻ പറ്റില്ല. സോ ആ സമയത്ത് ഇഷ്ടപ്പെട്ടു, പക്ഷെ ജീവിതത്തിന്റെ സാഹചര്യം, പിന്നെ നമ്മൾ എവിടെയാണ്, ഇതൊക്കെ ആലോചിച്ചിട്ട് എക്സ്പ്രസ് ചെയ്യാതിരുന്നിട്ടാണോ എക്സ്പ്രസ് ചെയ്തിട്ടാണോ, പക്ഷെ നടന്നു പോയിട്ടില്ല. പക്ഷെ ഇപ്പോ ആഫ്റ്റർ മാരേജ് ഇത്രയും കുട്ടികളായിട്ട് അത് വളരെ സാഡ് ആയിട്ട് ഒരു സംഭവമാണ് സർ. അതിപ്പോ നമ്മൾ കാണുന്നുണ്ട്. ഈ ഇന്റിമേറ്റ് സ്ട്രേഞ്ചറിൽ അത് ഉൾപ്പെടുത്താൻ പറ്റുമോ അറിയില്ല. പക്ഷെ എങ്ങനെയെന്നറിയോ, ഇതില് മറ്റൊരു റീസൺ കൂടി ഉണ്ടാവും. കുറെ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും പരസ്പരം കാണുമ്പോ ആദ്യത്തെ ചോദ്യം നിന്റെ പാർട്ട്ണർ എങ്ങനെയാണ് എന്നുള്ളതായിരിക്കും. അപ്പൊ രണ്ടുപേരും എന്ത് ചെയ്യും, വിശദമായിട്ട് സ്വന്തം ഭാര്യനെ പറിച്ചിട്ടോ അല്ല ഭർത്താവിനെ പറ്റും നല്ല രീതിയിൽ കുറ്റം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. അപ്പൊ ഈ ഒരു കുറ്റം പറയണ എന്ത് ചെയ്യും, അവര് തമ്മിലൊരു അടുപ്പുണ്ടാക്കാൻ ഒരു വഴി വെക്കും. പണ്ടത്തെ പ്രണയം പൊടി തട്ടിയെടുക്കും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമുക്ക് നമ്മുടെ മൈൻഡിനെ ആ സമയത്തൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ലേ? വൈ കാണ്ട് വി ബി ഓണസ്റ്റ് ആൻഡ് വൈ ആർ വി നോട്ട് ഡെവലപ്പിംഗ് ദാറ്റ്? നമ്മൾ ഈച്ച് ഇൻഡിവിജ്വൽ നമ്മളെ കൺട്രോൾ ചെയ്യാൻ അറിയണ്ടേ സർ? കൺട്രോൾ ചെയ്യണം. കൺട്രോൾ ചെയ്യാത്തത് കൊണ്ടാണത്. കാരണം ഈ പറയാൻ കാരണം എന്താണ് സർ? ബിക്കോസ് അല്ല സർ, ഞാൻ എന്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മുടെ ക്ലയൻസിന്റെ അടുത്തോ നമ്മള് അഡ്വക്കേറ്റ്സിന്റെ ഇടയിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതിനൊരു നിങ്ങളുടെ കൂടെ ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോഴാണ് എനിക്ക് കുറെ തോട്ട്സ് വരുന്നുണ്ട്. ബിക്കോസ് ഈ സൈക്കോളജിക്കൽ ആംഗിളിലാണ് ഈ ടോപ്പിക്സ് വരുന്നത്. പക്ഷെ നമുക്ക് അഡ്വക്കേറ്റ്സ് ആണ് ലീഗലി മാത്രം ചിന്തിക്കുമ്പോൾ അവിടെ ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നില്ല. അവിടെ ആ ടോപ്പിക് നമ്മുടെ ക്ലയന്റിനെ ഡിഫെൻഡ് ചെയ്യും, തെറ്റായാലും ശരിയായാലും മനസ്സിലാവണില്ല. എനിവേ യുവർ ഡിസ്കഷൻസ് ഞാൻ കോടതിയിലൊക്കെ പോയി ഡിസ്കസ് ചെയ്യാറുണ്ട് സർ. ഇറ്റ്സ് വെരി ഇൻഫോർമേറ്റീവ്, നോളജ് ഗെയിനിങ് സെഷൻ സർ. ഹാറ്റ്സ് ഓഫ് ടു ദിസ്. താങ്ക് യു. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ ഒന്നുകൂടെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ചില സമയങ്ങളിൽ ചില ബന്ധങ്ങളിൽ നിന്ന് നമ്മൾ ചിലപ്പോൾ അകന്നൊക്കെ നിൽക്കേണ്ടി വരും. ആ ബന്ധങ്ങളൊക്കെ നമുക്ക് അവസാനിച്ചോട്ടെ. നമ്മൾ അവഗണിക്കപ്പെടുന്നതിനേക്കാൾ നല്ലത് നമ്മൾ തനിച്ചായിരിക്കുന്നത് തന്നെയാണ്. സോ ഈ 2026 നമുക്ക് ഒരുപാട് നല്ല ബന്ധങ്ങൾ ഉണ്ടാവട്ടെ, നല്ല മെമ്മറീസ് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും നന്ദി. ഈ ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ ഒരു സെഷൻ ആക്കിയതിന് സ്പെഷ്യൽ താങ്ക്സ് ടു നിസാവ് സർ. താങ്ക് യു സോ മച്ച്. താങ്ക്സ് എവരിവൺ. താങ്ക് യു. സൂസൻ മാം ഒന്ന് വെയിറ്റ് ചെയ്യണേ.
Yes, will do. ഓക്കെ. Thank you and have a good day, everyone. സാറിനെ ഹോസ്റ്റ് ആക്കട്ടെ? താങ്ക് യു, ഗുഡ് ആ ഡേ. എന്നെ ഹോസ്റ്റ് ആയിക്കോളാം. ചെയ്തോളൂ, കുഴപ്പമില്ല. ഞാൻ ലീവ് ചെയ്യണേട്ടാ.